എല്ലാവർക്കും നമസ്കാരം. വളരെ ധന്യമായ ഒരു മുഹൂർത്തമാണിത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീ സക്കറിയ സാറ് നമ്മുടെ അതിഥിയായി ഇന്ന് ഈ പരമ്പരയുടെ സമാപനത്തിന് എത്തിയിട്ടുണ്ട്. അതിലുള്ള സന്തോഷം എല്ലാവർക്കും വേണ്ടി ഞാൻ ആദ്യം പങ്കുവെക്കട്ടെ. അദ്ദേഹത്തെ ഹൃദ്യമായി സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. 2021 ജൂൺ 19 ക്ലബ് ഹൗസിൽ മീഡിയ റൂം എന്ന ഈ ചാറ്റ് റൂം ആരംഭിച്ചത്. ഗൾഫ് റേഡിയോയുടെ 30ാം വാർഷികം പ്രമാണിച്ചിട്ടുള്ള 2 അധ്യായങ്ങളുള്ള പരമ്പരയായിരുന്നു ആദ്യം. അതിനുശേഷം ഒട്ടേറെ പരമ്പരകൾ, 15ലധികം പരമ്പരകൾ നമ്മൾ കഴിഞ്ഞ 5 വർഷത്തോളമായി മുടങ്ങാതെ എല്ലാ ശനിയാഴ്ചയും ഇതേ സമയത്ത് കൊടുത്തു വരികയാണ്. മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പരമ്പര അതിപ്പം പ്രിൻ്റഡ് രൂപത്തിൽ കലാകുതിയിൽ വരുന്നുണ്ട്. ന്യൂസ് ഫോട്ടോഗ്രാഫേഴ്സിനെ കുറിച്ചുള്ള ചരിത്രം എന്ന പരമ്പര, അത് മലയാളം വാരികയിൽ വന്നു. ചിത്രകാരന്മാരെ കുറിച്ചുള്ള പരമ്പര, അതും മലയാളം വാരികയിൽ വന്നു. അങ്ങനെ ഒട്ടേറെ പരമ്പരകൾ. എൻ്റെ ആകാശവാണിക്കാലം, മലയാള ടെലിവിഷൻ്റെ നാൾവഴികൾ തുടങ്ങിയ പരമ്പരകൾ. അതിനുശേഷം ഈ പരമ്പര ആരംഭിച്ചത് കഴിഞ്ഞ വർഷം 2025 ജനുവരി 4 ലോകമേ തറവാട് യാത്രകളുടെയും പ്രവാസത്തിൻ്റെയും അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഈ പരമ്പരയിൽ കഴിഞ്ഞ അധ്യായം വരെ 60ാം അധ്യായം വരെ 118 പേരാണ്, ലോകമെമ്പാടുമുള്ള യാത്രികരും പ്രവാസികളുമായിട്ടുള്ള 118 പേരാണ് പങ്കെടുത്തത്. ഇന്ന് ഇതിൻ്റെ സമാപനത്തിന് എത്തിയിരിക്കുന്ന ശ്രീ സക്കറിയ സാറിന് ഒരു ആമുഖമേ ആവശ്യമില്ല. മലയാളികൾ കാതോർക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം. മലയാള കഥാസാഹിത്യത്തിൽ തൻ്റേതായ ഒരു പ്രത്യേക ഇടം അടയാളപ്പെടുത്തിയ എഴുത്തുകാരനാണ് അദ്ദേഹം. കഴിഞ്ഞ 6 ദശാബ്ദത്തിലേറെയായി മലയാളികൾക്ക് ചിരപരിചിതമാണ് അനന്യമായ അദ്ദേഹത്തിൻ്റെ രചനാ ശൈലി. അതിൽ ആത്മഹാസമുണ്ട്. നമ്മളെല്ലാം അദ്ദേഹത്തിൻ്റെ കഥകൾ വായിച്ചിട്ടുണ്ട്. ആക്ഷേപഹാസ്യമുണ്ട്, ആഴത്തിലുള്ള ഉൾക്കാഴ്ചകളുണ്ട്. ഒരു നസ്രാണി യുവാവും ഗൗളിശാസ്ത്രവും, ഒരിടത്ത് സലാം അമേരിക്ക, ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതം, അതാണ് വിധേയൻ എന്ന സിനിമയുടെ അടിസ്ഥാനം എന്ന് നമുക്കറിയാം. പ്രൈസ് ദ ലോർഡ്, എന്തുണ്ട് വിശേഷം പിലാത്തോസെ, കണ്ണാടി കൺമൂളവും, ഇഷ്ടകയും ആശാരിയും, ഉരുളിക്കുന്നത്തിൻ്റെ ലുത്തീനിയ, സഖറിയയുടെ ചെറുകഥകൾ, അൽഫോൺസ് അമ്മയുടെ മരണവും ശവസംസ്കാരവും തുടങ്ങി 20ലധികം പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായി നമ്മുടെ മുന്നിലുണ്ട്. ഒട്ടേറെ പുരസ്കാരങ്ങൾ, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം തുടങ്ങിയ ഒട്ടേറെ ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. യാത്രികനാണ് അദ്ദേഹം, മാധ്യമപ്രവർത്തകനാണ്, പ്രഭാഷകനാണ്, മാധ്യമ വിമർശകനാണ്. അങ്ങനെ ഒട്ടേറെ മേഖലകളിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. യാത്രികൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സഞ്ചാരങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങളുണ്ട്. ഒരു ആഫ്രിക്കൻ യാത്ര, തപോവന യാത്ര, 2 യാത്രകൾ തുടങ്ങിയ പുസ്തകങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ എഴുത്തിനെക്കുറിച്ചുമൊക്കെ അദ്ദേഹം സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ മാധ്യമ ജീവിതം, ഡൽഹിയിലെ ഒരു 2 ദശാബ്ദം നീണ്ട അദ്ദേഹത്തിൻ്റെ പ്രവാസകാലത്താണ് അദ്ദേഹം AEWP എന്ന വാർത്താ ഏജൻസിയിലെ, പിന്നീട് PTIയിൽ, ഓൾ ഇന്ത്യ മാനേജ്മെൻറ്റ് അസോസിയേഷനിലൊക്കെ അദ്ദേഹം ഡൽഹിയിലെ പ്രവാസകാലത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ടെലിവിഷൻ്റെ തന്നെ ഒരു ദിശാമാറ്റത്തിന് തുടക്കം കുറിച്ച മലയാളത്തിലെ ആദ്യത്തെ സാറ്റലൈറ്റ് ടെലിവിഷനായ ഏഷ്യാനെറ്റിൻ്റെ സ്ഥാപനത്തിൽ ശശികുമാറിനോടൊപ്പം അദ്ദേഹം പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. BRP ഭാസ്കറിനോടൊപ്പം അദ്ദേഹം ഒരു മാധ്യമ വിമർശന കോളം, പത്രവിശേഷം 7 വർഷത്തോളം ഏഷ്യാനെറ്റിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അനുഭവങ്ങളെല്ലാം പ്രിയപ്പെട്ട സക്കറിയ സാർ നമ്മളോട് പങ്കുവെക്കും. അതിനുശേഷം നമ്മുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം നൽകും. ഈ പരമ്പരയിൽ അദ്ദേഹത്തെ കേൾക്കാനും അദ്ദേഹത്തോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവരെയും, മുൻപ് ഈ പരമ്പരയിൽ പങ്കെടുത്ത അതിഥികളുണ്ട്, എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സക്കറിയ സാറിന് മൈക്ക് കൈമാറുന്നു. സുഹൃത്തുക്കളെ, വളരെ സന്തോഷം. നിങ്ങൾ യാത്രക്കാരും പ്രവാസികളുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് ആണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ ഇത്രയും 60 ആഴ്ചകളായിട്ട് പിന്നെ ഈ ലോകമേ തറവാട് എന്ന പരമ്പര, അത് യാത്രയെപ്പറ്റി, യാത്രാനുഭവങ്ങളെ പറ്റിയൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതൊരു വളരെ നല്ല കാര്യമാണ് എന്ന് അതിന് പറയാനൊന്നുമില്ല. അതങ്ങനെ, കാരണം എൻ്റെ അറിവും ഓരോരുത്തരും അവനവൻ്റെതായ രീതിയിൽ
യാത്രകൾക്ക് ഇറങ്ങുമ്പോൾ പുതിയ പുതിയ അറിവുകളും തിരിച്ചറിവുകളും കണ്ടുപിടുത്തങ്ങളും നടത്തുന്നു എന്നുള്ളതാണ്. അതൊരു പക്ഷെ മറ്റാർക്കും പങ്കുവെക്കാനോ മറ്റാരും കാണാത്ത കാര്യങ്ങളായിരിക്കും ഞാൻ കാണുന്നത്. ഞാൻ കാണുന്ന കാര്യങ്ങളായിരിക്കില്ല നിങ്ങൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് യാത്രക്കാരുടെ ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ ആ, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. സോഷ്യൽ മീഡിയയിൽ ഞാൻ അധികമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും ധാരാളം ബ്ലോഗുകൾ, യാത്രാ ബ്ലോഗുകൾ ഉണ്ട്. ആ, ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുള്ളത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇച്ചി ബൂട്ട്സ് എന്നും പറഞ്ഞ ഒരു എനിക്ക് തോന്നുന്നൊരു ഡച്ചുകാരി പെൺകുട്ടിയുടെ യാത്രകള് വളരെ പ്രയാസമുള്ള ടെറേനിൽ കൂടെ, അത് തൊട്ട് എത്രയോ പേര് മലയാളികളായ ചെറുപ്പക്കാർ തന്നെ, ആൺകുട്ടികളും പെൺകുട്ടികളും എത്രയോ ഈയിടെ ഇവിടെ തായ്ലൻഡിന്റെ ഉള്ളിലൂടെയോ മറ്റൊരു ഗ്രാമങ്ങളിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഇത് കണ്ടു. ഇങ്ങനെ നമ്മള് യാത്രക്കാരായിട്ട് നിരന്തരം യാത്രക്കാരായിട്ട് മലയാളികൾ മാറിയിട്ടുണ്ട്. അത് ഇന്നവിറ്റബിൾ ആയിരുന്നു. കാരണം ഇത്രയേറെ, എനിക്ക് തോന്നുന്നു 10-20 ലക്ഷം മലയാളികൾ പിന്നെ കുടിയേറ്റക്കാരാണ്. കുടിയേറ്റക്കാരും പ്രവാസികളുമാണ്. പ്രവാസി എന്ന് പറഞ്ഞാൽ തിരിച്ചു വരാൻ ഇടയുള്ളവരും, കുടിയേറ്റക്കാരെന്ന് പറഞ്ഞാൽ എന്നേക്കുമായി കുടിയേറിപ്പോയവരുമാണ്. പക്ഷെ അവരുടെ ഒന്നാമത്തെ ജനറേഷനെങ്കിലും മലയാളികളായി തുടരുന്നുണ്ട്. അപ്പോ ഈ രണ്ടു കൂട്ടത്തിലും പെട്ട ലക്ഷക്കണക്കിന് മലയാളികൾ ഇന്ന് ലോകമൊട്ടാകെ ഉണ്ട്, പ്രവാസികളുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ഇവരിൽ നിന്നെല്ലാം ഒക്കെ യാത്രാനുഭവങ്ങളുടെ സോഷ്യൽ മീഡിയയിലാണ് പ്രധാനമായിട്ടും. പുസ്തകങ്ങളും എഴുതപ്പെടുന്നുണ്ട്. പക്ഷെ ഇന്ന് യാത്രാ വിവരണങ്ങൾ പ്രസിദ്ധീകരിക്കാനും മറ്റും അധികം മലയാളത്തിൽ അധികം ഇടമില്ല, സ്പേസ് ഇല്ലാതെയായിട്ടുണ്ട്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പൊക്കെ പോലെയുള്ള ഒന്നോ രണ്ടോ, അല്ലെങ്കിൽ ഭാഷാപോഷിണി ഒക്കെയുള്ള അതിനകത്തൊക്കെ ഉള്ളൂ അല്പസ്വല്പമെങ്കിലും. പക്ഷെ അത് ഇന്നവിറ്റബിൾ ആണ്. കാരണം എഴുതപ്പെട്ട യാത്രാ വിവരണത്തിന് ഇന്ന് പ്രസക്തി ഇല്ലാതെയായി തീർന്നിട്ടുണ്ട്. ഇല്ലാതെയായിട്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്. കാരണം ഇന്നിപ്പം ഒരു ക്യാമറയും കൊണ്ട് സമർത്ഥനായ ഒരു യാത്രക്കാരൻ, ഇപ്പൊ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. സന്തോഷാണ് ആദ്യം മലയാളത്തിൽ ഒരു വീഡിയോ യാത്രാ പരമ്പര. ഞാൻ സന്തോഷിനെ പരാമർശിക്കാതെ കടന്നു പോകാൻ സാധ്യമല്ല. ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു വീഡിയോ പരമ്പര, മലയാളിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ലോകത്തെ കണ്ടെത്തുന്ന ഒരു യാത്രാ പരമ്പര സന്തോഷ് കൊണ്ടുവന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ഈ കാര്യത്തിൽ മലയാളികൾ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ യാത്രക്കാരായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഇന്ത്യയിൽ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും കുടിയേറ്റക്കാരുണ്ട്, പ്രവാസികളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് യാത്രാ വിവരണങ്ങളുടെ ഒരു പാരമ്പര്യം ഉണ്ട് എന്നുള്ളതാണ്. അത് ഏതെല്ലാമോ വിധത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ഇപ്പം 1788 ഒക്കെയാണ് പിന്നെ ഇദ്ദേഹം പാറേമാക്കൽ തോമക്കത്തനാർ അദ്ദേഹത്തിന്റെ വർത്തമാന പുസ്തകം എഴുതുന്നത്. 1788 അല്ല 88 പോയി തിരിച്ചു 98 മറ്റാണ് അദ്ദേഹം എഴുതുന്നത്. കാരണം അന്ന് 6 കൊല്ലം കൊണ്ട് ലിസ്ബണിൽ പോയി തിരിച്ചു വന്ന് ഒരു നീണ്ട കപ്പൽ യാത്രയുടെയും ലിസ്ബണിലും റോമിലും കഴിച്ചു കൂട്ടിയ, ഒരുപക്ഷെ മലയാളത്തിലെ ഇന്ത്യൻ ഭാഷയിലെ തന്നെ, ഒരുപക്ഷെ അല്ലെന്ന് തോന്നുന്നു, ഇന്ത്യൻ ഭാഷയിലെ തന്നെ ആദ്യത്തെ യാത്രാ വിവരണം മലയാളത്തിലാണ് എഴുതപ്പെട്ടത്, ഇദ്ദേഹത്തിന്റെ പാറേമാക്കലിന്റെ. അത് ഈ 20-ാം നൂറ്റാണ്ട് വരെ എന്ന് പറഞ്ഞ പോലെ അതിൽ സ്വന്തം മതത്തിനെ വിമർശിക്കുന്ന അദ്ദേഹത്തിനുണ്ടായ വളരെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളൊക്കെ പറഞ്ഞ്, അതുകൊണ്ട് വളരെ കാലം അത് പിടിച്ചു വെച്ചിരുന്നു. കുറച്ച് പേജുകളും അധ്യായങ്ങളും ഒക്കെ കീറിക്കളഞ്ഞ് അവസാനം 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് അത് ആദ്യം വെളിച്ചം കാണുന്നത്. അത് നിങ്ങളാരും വായിച്ചിട്ടില്ലെങ്കിൽ, അത് പഴയ മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് അതിന്റെ ഒരു പുതിയ മലയാളത്തിലുള്ള എഡിഷൻ അവൈലബിൾ ആണ്. അത് ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ യാത്രാ വിവരണങ്ങളിൽ ഒന്നാണ്. എന്നെ എന്നും എക്കാലത്തും എന്നെ സ്വാധീനിച്ചിട്ടുള്ള, ഇന്നും ഇടയ്ക്കെല്ലാം എടുത്തു വെച്ച് വെറുതെ ഒരു പേജിൽ കയറി മറിച്ചു നോക്കിയാലും നമുക്ക് വളരെ രസകരമായ കാര്യങ്ങൾ വായിക്കാനുള്ള ഒരു പുസ്തകമാണ്. അപ്പൊ ആ കാലം തൊട്ട്, 18-ാം നൂറ്റാണ്ട് തൊട്ട് നമ്മൾ യാത്രാ വിവരണത്തിന്റെ ഉള്ളിലുണ്ട്. പിന്നീട് എത്രയോ പേര് ഇങ്ങോട്ട് വന്നു. അവസാനം പിന്നെ ഇദ്ദേഹത്തിന്റെ KP കേശവമേനോന്റെ ബിലാത്തി വിശേഷമൊക്കെ ഞാനൊക്കെ വളരെ ചെറുപ്പത്തിലെ വായിക്കുന്നതാണ്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയാൻ പലരുടെ, എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് SK പൊറ്റക്കാടാണ്. അപ്പൊ ഞാൻ വളരെ ചെറുപ്പമായിരുന്നപ്പോ തൊട്ട് എന്റെ അപ്പൻ യാത്രാ വിവരണ ഒരു വായനാ ഭ്രാന്തനായതുകൊണ്ട് പൊറ്റക്കാടിന്റെ എല്ലാ പുസ്തകങ്ങളും വീട്ടിലുണ്ടായിരുന്നു. പുതിയ പുസ്തകങ്ങൾ വരുമ്പോൾ എനിക്ക് കോട്ടയത്ത് പോയത് മേടിച്ചുകൊണ്ട് വരും.
അപ്പൊ ഞാനും ഇതുപോലെ എനിക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഞാൻ പൊറ്റക്കാടിനെ എടുത്തു വെച്ച് വായിച്ച് എനിക്ക് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒരു ലോകമുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത് പൊറ്റക്കാടിനെ വായിച്ചാണ്. അത് അദ്ദേഹത്തിന്റെ വളരെ മധുരമായ, വളരെ ഓഫ്കോഴ്സ് റൊമാൻറ്റിക് ആയ, നമ്മളെയൊക്കെ കോരിത്തരിപ്പിക്കുന്ന ഭാഷയിൽ ആ ലോകത്തിന്റെ വിവരണങ്ങൾ വായിച്ചപ്പോഴാണ് ഞാൻ യാത്രയോട് ഉള്ള എന്റെ സ്നേഹം ഉണ്ടാകുന്നതും എഴുത്തുകാരനാകാനുള്ള ആ ഒരു എഴുത്തുകാരന്റെ ബീജങ്ങൾ, വിത്തുകൾ എന്റെ ഉള്ളിൽ വിതയ്ക്കപ്പെടുന്നത്. പൊറ്റക്കാടിന്റെ ഭാഷയൊക്കെ എന്റെ ഉള്ളിൽ ഇങ്ങനെ കട്ടിപിടിച്ച് വേരുറപ്പിച്ച് കിടക്കുന്ന ഒരു സംഭവമാണ്. പൊറ്റക്കാടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഇൻസ്പിരേഷൻ യാത്ര ചെയ്യാനുള്ളത്. അന്നൊന്നും നമുക്ക് സ്വപ്നം കാണാൻ പോലും ഒരു നീണ്ട യാത്രയെപ്പറ്റി ഒന്നും സ്വപ്നം കാണാൻ കഴിയില്ല. പക്ഷെ സ്വപ്നം കണ്ടു. ഉരുളികുന്ന് ഒരു വളരെ ചെറിയ ഒരു കുഗ്രാമമാണ്. അവിടെ ഇരുന്ന് അപ്പോൾ എനിക്കൊക്കെ ആ തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ ടൗണുകൾ പോലുമല്ല, ചന്തകൾ, അതൊക്കെ എനിക്ക് പരിചയമുള്ളൂ. പക്ഷേ ഈ തരത്തിൽ ഒരു കുഗ്രാമത്തിൽ ഇരിക്കുന്ന ഒരു പയ്യനും ബാക്കി എൻ്റെ അപ്പനെ പോലെയുള്ള ആളുകൾക്കും ലോകം തുറന്നു കാണിച്ചു കൊടുത്ത ആളായിരുന്നു പൊറ്റക്കാട്. പൊറ്റക്കാട് അന്ന് ചെയ്തത്, അദ്ദേഹമാണ് ആദ്യമായിട്ട് മലയാളികൾക്ക് വേണ്ടി പുറത്തെ ലോകത്തെ റിപ്പോർട്ട് ചെയ്ത ആൾ. പുറത്തെ ലോകത്തെ ആദ്യമായിട്ട് യാത്ര ചെയ്യാനായി യാത്ര ചെയ്ത എന്റെ അറിവിൽപ്പെട്ട ആദ്യത്തെ മലയാളി എസ്.കെ. പൊറ്റക്കാടാണ്. അതുവരെ ഓരോരോ പിന്നെ കെ.പി. കേശവ മേനോൻ ഇംഗ്ലണ്ടിൽ പോയി താമസിച്ചത് അദ്ദേഹത്തിന്റെ പഠനവും അല്ലെങ്കിൽ ഉദ്യോഗവും സംബന്ധിച്ച എന്തോ ഒരു കാര്യം സംബന്ധിച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ എഴുതിയെന്നുള്ളൂ. പൊറ്റക്കാട് ആണ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് മലയാളം, മലയാളികളുടെ ചരിത്രത്തിൽ തന്നെ യാത്രക്കായി യാത്ര ചെയ്തയാള്. അന്നും ഒറ്റക്കാട് ഇത് ചെയ്യുമ്പോഴും യാത്രക്കായി യാത്ര ചെയ്യുന്ന മറ്റാരും തന്നെ ഇന്ത്യയിൽ ഒരു ഭാഷയിലും ഇല്ല എന്നും കൂടെ ഓർക്കണം. ആരും തന്നെ ഇല്ല. ആരും തന്നെയല്ല, ആരും, ഞാൻ അതിന്റെ ഇത് എടുത്തു വെച്ച് നോക്കുമ്പോൾ ആരും തന്നെ ഇല്ല. അപ്പൊ ഇതാണ് ഇദ്ദേഹം ചെയ്ത ഒരു, ഈ വാസ് എ പാത്ത് ബ്രേക്കർ. ഒരു 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 എല്ലാ ഒരു ആരംഭത്തിലെ ഒരു കാരണഭൂതനായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പൊറ്റക്കാടിൽ നിന്നാണ് ഈ നമ്മളുടെ യാത്രാവിവരണ സാഹിത്യം തന്നെ പിന്നീട് ആരംഭിക്കുന്നത്. ഞാൻ എൻ്റെ ആദ്യത്തെ യാത്ര പ്ലാൻ ഇടുന്നത്, അത് ആദ്യത്തെ ദീർഘയാത്ര, യാത്രാവിവരണം എഴുതാനായിട്ട് ഒരു യാത്ര ഞാൻ പ്ലാൻ ഇടുമ്പോൾ അത് പൊറ്റക്കാട് പോയ പിന്നെ ആ പാതയിലൂടെ വീണ്ടും, കാരണം എൻ്റെ മനസ്സിന്റെ ഉള്ളിലും തലച്ചോറിനുള്ളിലും എല്ലാം ആഫ്രിക്കയിൽ അദ്ദേഹം ചെയ്ത യാത്രയുടെ അത്ഭുതകരങ്ങളായ ഓർമ്മകളാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ആഫ്രിക്കയിലേക്കുള്ള ഒരു യാത്ര ഞാൻ പിന്നെ പ്ലാനിട്ട് അദ്ദേഹം പോയ അതേ വഴിയിലൂടെ താഴെ കേപ്പ് ടൗണിൽ നിന്ന് മുകളിൽ കെയ്റോയും അലക്സാൻഡ്രിയയും വരെ ഞാൻ യാത്ര ചെയ്തു. അതിനിടയ്ക്ക് അദ്ദേഹം പോയ ഒരു സ്ഥലത്ത് മാത്രമേ എനിക്ക് പോകാൻ പറ്റാതെ വന്നു. സുഡാനിൽ, അന്ന് സുഡാനിൽ അന്നൊരു സിവിൽ വാർ നടക്കുകയാണ്. അങ്ങനെ ഞാൻ 5 മാസം കൊണ്ട് കേപ്പ് ടൗണിൽ നിന്ന് മുകളിൽ ഈജിപ്തിലെത്തി. അപ്പൊ ഇതായിരുന്നു എൻ്റെ, അതിനെപ്പറ്റി ഞാനൊരു യാത്രാവിവരണ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒരു ആഫ്രിക്കൻ യാത്ര എന്നുള്ള പേരിൽ ഒരു വലിയ തടിയ പുസ്തകമാണ്. അപ്പം ഈ തരത്തിലുള്ള ഒരു നമ്മുടേതൊരു എൻറിച്ച്ഡ് ബൈ, അപ്പൊ ഇതെല്ലാം റിട്ടൺ യാത്രാവിവരണങ്ങളായിരുന്നു. ഒറ്റക്കാടിന്റെ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ഉണ്ടായിരുന്നുള്ളൂ, വളരെ മോശമായി അച്ചടിച്ച്. അന്ന് അതൊന്നും ഫോട്ടോസൊക്കെ അച്ചടിക്കാനും ബ്ലോക്കിൽ നിന്നുള്ള അച്ചടിയാണ്. ഇന്ന് കളർ ഫോട്ടോഗ്രാഫ്, എൻ്റെ പുതിയ പുസ്തകങ്ങളിലൊക്കെ വളരെ ഭംഗിയായിട്ട് പിന്നെ കളർ ഫോട്ടോസ് ഇന്ന് വരുന്നുണ്ട്. ആഫ്രിക്കയെ പറ്റിയുള്ള അതിൽ തന്നെ കളർ ഫോട്ടോ, പക്ഷെ അച്ചടിച്ചിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. പക്ഷേ സംഭവിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള, അതിനുശേഷം അല്ല, ഇതും കൂടെ പറയാം, പൊറ്റക്കാടിന് ശേഷമാണ് പൊറ്റക്കാട് പിന്നെ വാക്കുകൾ കൊണ്ട് ചെയ്തതാണ് സന്തോഷ് ജോർജ് കുളങ്ങര ക്യാമറ കൊണ്ട് ചെയ്തത്. വാസ്തവത്തിൽ ഇതാണ് ഇതിന്റെ ഒരു ചിത്രം എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. പക്ഷെ അതിനിടയിലൂടെ എത്രയോ പേര്, എനിക്ക് പിന്നെ റോസി തോമസിന്റെ അടക്കം എത്രയോ സ്ത്രീകളെ, എത്രയോ വിവിധ തരത്തിലുള്ള ആളുകൾ, അധ്യാപകര്, ഇവരൊക്കെ ഏതെങ്കിലും കാരണവശാൽ പിന്നെ അമേരിക്കയിലോ, വിദേശയാത്ര മാത്രമല്ല, കാശിയിൽ പോയത് അല്ലെ ഹിമാലയത്തിൽ പോയത്, ഇതുപോലെ നമുക്കൊരു യാത്രാവിവരണങ്ങളുടെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഒരു 3000-4000 യാത്രാവിവരണങ്ങൾ ഒരു പക്ഷേ മലയാളത്തിൽ ഉണ്ടായിരിക്കുമെന്നാണ് ഒരു അതിശയോക്തി ഇല്ലാതെ എനിക്ക് തോന്നുന്നത്. അതൊന്നും പലതും പച്ചടിയിൽ ഉണ്ടാവാനും വഴിയില്ല. പലതും വന്നു പോയി, 500 കോപ്പി 200 കോപ്പി 300 കോപ്പി അടിച്ചു, അത് കഴിഞ്ഞു, പിന്നെ ആ പുസ്തകം ഒരിക്കലും ഉണ്ടാവാറുമില്ല. പക്ഷെ നമുക്ക് ഇതൊരു, ഇവിടെ നിന്നാണ് ഇന്നൊരു പക്ഷേ എഴുതപ്പെട്ട യാത്രാവിവരണങ്ങൾക്ക് ഒരു പ്രസക്തി ഇല്ല അതെന്ന് ഞാൻ പറഞ്ഞതിന്റെ ഒരു കാരണം അതാണ്. കാരണം ഇച്ചി ബൂട്ട്സ് ഒക്കെ പോലെയുള്ള ഒരു വീഡിയോ യാത്രാവിവരണം
അതുപോലെ എത്രയോ എണ്ണം ഉണ്ട്. അത് തരുന്ന ഒരു 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 ലാൻഡ്സ്കേപ്പ് എങ്ങനെയായിരുന്നു എന്ന് ഒരു ഒരു 5 സെക്കൻഡ് നേരത്തെ ഒരൊറ്റ ഒരു പിന്നെ തോട്ട് കൊണ്ട് ആ കുട്ടിക്ക് ഈ ചീഫ് ബുക്സ് ഒക്കെ ചെയ്ത കുട്ടിക്ക് നമുക്ക് ഈ അഫ്ഗാനിസ്ഥാന്റെ ഒരു ഇന്റീരിയർ വില്ലേജിന്റെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുകയാണ്. അതൊന്നും വാക്കുകളിൽ കൂടി വളരെ കഷ്ടപ്പെട്ട് വിവരിക്കുന്ന കാര്യങ്ങളാണ് ആ, ഇന്ന് വളരെ എളുപ്പത്തിൽ ക്യാമറ നമുക്ക് പിടിച്ചു തരുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള ഒരു വലിയ വലിയ മാറ്റമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം യാത്രാവിവരണം റിട്ടേൺ എഴുതിയ യാത്രാവിവരണങ്ങൾ ഒരുപക്ഷെ പതുക്കെ പതുക്കെ മാഞ്ഞു പോകാനാണ് വഴിയെന്ന് തോന്നുന്നു. അപ്പൊ എന്റെയൊക്കെ പിടിച്ചു നിൽക്കുന്ന പറഞ്ഞാൽ എനിക്ക് എഴുത്തുകാരൻ എന്നുള്ള ഒരു അടിത്തറ ഉള്ളത് കൊണ്ട് എഴുത്തിന്റെ ഒരു ഭാഗമായിട്ട് എന്റെ സാഹിത്യത്തിന്റെ ഒരു ഭാഗമായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നവർ യാത്രാവിവരണങ്ങളും വായിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇത് എന്റെ കാര്യത്തിലെങ്കിലും ഇത് നിലനിന്ന് പോരുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഇത് ഇങ്ങനെ നോക്കിക്കഴിയുമ്പം ഇത് വേറൊരു വശത്ത് ഞാൻ കാണുന്നത് മലയാളികൾ വളരെ വിശാലമായ രീതിയിൽ വലിയ രീതിയിൽ മലയാളികൾ ഞാനിപ്പം പറഞ്ഞതാണത്, യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പലരും അപ്പം യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പലരും ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ ഈ ജോലിക്ക് വേണ്ടിയുള്ള യാത്രയാണ്. ഇപ്പൊ ഇവിടുന്ന് ഗൾഫിലേക്ക് പോകുന്നതിനെ നമ്മൾ, അല്ലെങ്കിൽ ഇവിടുന്ന് അമേരിക്കയ്ക്ക് നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി പോകുന്നതും കാഴ്ച കാണാൻ പോകുന്നതുമായിട്ട് രാത്രിയും പകലും പോലുള്ള വ്യത്യാസം ഉണ്ടെന്നുള്ളത് അടിസ്ഥാന വാസ്തവമാണ്. ബട്ട് വി ഹാവ് ബിക്കം ട്രാവലേഴ്സ് ഫോർ വൺ റീസൺ ഓർ ദി അതർ. അപ്പൊ അതൊരു വശത്ത്. മറുവശത്ത് അതൊന്ന്. ഞാനിപ്പോ എന്റെ സുഹൃത്തുക്കളുടെ കാര്യത്തിൽ കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട് ഇപ്പം കേരളം ഒരു റെഫറൻസ് പോയിന്റ് പോലും അല്ല. അയർലൻഡിൽ ജോലി ചെയ്യുന്ന എന്റെ സുഹൃത്തുക്കൾ ഒരു സുപ്രഭാതത്തിൽ അയർലൻഡിൽ നിന്ന് നേരെ ഓസ്ട്രേലിയയിലേക്ക് പറന്ന് അവിടെ കുടിപാർക്കാൻ തുടങ്ങുകയാണ്. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് പറന്ന് നേരെ അമേരിക്കയിലേക്ക്. കേരളം ഇതിനകത്ത് ഒരു റെഫറൻസ് പോയിന്റ് പോലും ആകാത്ത രീതിയിൽ നമ്മുടെ യാത്രകൾ വളർന്നിരിക്കുന്നു. ശരാശരി മലയാളിക്ക് കേരളത്തിന്റെ മുകളിൽ കൂടി ആയിരിക്കും അവൻ പറന്ന് അവന്റെ അടുത്ത താവളത്തിലേക്ക് പോകുന്നത്. ആ രീതിയിലുള്ള ഒരു പ്രവാസ സമൂഹമായിട്ട് നമ്മൾ പ്രവാസ കുടിയേറ്റമാണ് ഒരുപക്ഷെ കൂടുതൽ എന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ കണക്കുകളൊക്കെ ഇടയിലെ ഗ്രൂപ്പിന്റെ ഒക്കെ കയ്യിലുണ്ടായിരിക്കും. ആയിട്ട് നമ്മൾ തീർന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പം സംഭവിച്ചിരിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, സാധാരണക്കാരായ മലയാളികൾ, അതായത് ഇത്തരം ഇതിലൊന്നും പ്രത്യേകമായ ഒരു താല്പര്യമില്ല. അതേസമയം പിന്നെ യാത്ര പോയാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഒറ്റയ്ക്ക് പോകാൻ മടിയുള്ളവരുടെ കാര്യമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒറ്റയ്ക്ക് പോകാൻ മടിയുള്ളവർക്ക് വേണ്ടി ഇന്ന് ഗ്രൂപ്പ് യാത്രകൾ ധാരാളമായിട്ട് വന്നിരിക്കുന്നു. അതൊരു വളരെ നല്ലൊരു ഡെവലപ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഇന്ത്യക്ക് പുറത്തേക്ക് ഇപ്പം പലതും തീർത്ഥാടനമാണ്. ഇപ്പൊ ഇസ്രായേലിലേക്കൊക്കെ പോകുന്നത് തീർത്ഥാടന ഇതായിട്ടാണ്. അല്ലെങ്കിൽ കാശിക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഹരിദ്വാറിൽ പോകുന്നത്, അല്ലെങ്കിൽ ഹിമാലയത്തിൽ പോകുന്നതൊക്കെ തീർത്ഥാടനങ്ങളാണ്. ഇതൊരു വശത്ത്. മറുവശത്ത് നാട് കാണാനായിട്ട് ഈയിടെ എന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടി ഇവരിലെ ഒരു ഗ്രൂപ്പിൽ രാജസ്ഥാനിൽ പോയി. അവര് പറയായിരുന്നു വളരെ നല്ല അനുഭവമായിരുന്നു എന്ന് പറഞ്ഞു. രാജസ്ഥാനിൽ അവര് ഒരു 10 ദിവസമോ 12 ദിവസമോ കൊണ്ട് അവര് മുഴുവൻ രാജസ്ഥാനും കണ്ട് സന്തോഷമായിട്ട് തിരിച്ചു വരുന്നു. അപ്പം ഇങ്ങനെ കേരളത്തിലോട്ടും മറ്റും എനിക്ക് വാസ്തവത്തിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇതുപോലെ ഗ്രൂപ്പുകൾ പോകുന്നവരെന്ന് അറിഞ്ഞുകൂടാ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന സമൂഹം ഏതാണെന്ന് എനിക്കറിയാം. അത് ബംഗാളികളാണ്. ബംഗാളികളെ പോലെ യാത്ര ചെയ്യുന്ന മറ്റൊരു സമൂഹം ലോകത്തിന്റെ ഏത് കുഞ്ഞു കോണിൽ ഏത് മൂലയിൽ കയറി ചെന്നാലും അവിടെ 2 ബംഗാളികൾ വളരെ ഉച്ചത്തിൽ ബംഗാളിയിൽ സംസാരിച്ച് ചിരിച്ചു കളിച്ച് അവിടെ നിൽപ്പുണ്ടാവും. നമ്മളെക്കാളും വലിയ യാത്രക്കാർ അവരാണ്. പക്ഷേ അവർ തീർത്ഥാടനത്തിന്റെ സ്പെഷ്യലിസ്റ്റുകളാണ്. അവർക്ക് ഭക്തിയാണ് അവരുടെ അടിസ്ഥാന പ്രേരണ. പക്ഷെ അവര് വളരെ എൻജോയ് ചെയ്ത് യാത്ര ചെയ്യുന്നവരാണെന്നാണ് എന്റെ ഈ കാലം കൊണ്ടുള്ള നമ്മളെക്കാളും ഒക്കെ നമ്മള് മലയാളികൾ ഈ മസിൽ പിടിച്ച് ഇങ്ങനെ ഇവന്റെ കഥ എന്നൊക്കെ ഉള്ള രീതിയിൽ, ആരാണ് ഇവൻ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എല്ലാവരും അല്ല, അവിടെ ഒത്തിരി പേരൊക്കെ. ബംഗാളികൾ അങ്ങനെയല്ല. അവര് ഇളകി മറിഞ്ഞ് ചിരിച്ച് ചിലപ്പോൾ നമുക്കൊരു ന്യൂസൻസ് പോലെ തോന്നുന്ന രീതിയിൽ ഇവര് പോകുന്നതും വരുന്നതും ഒക്കെ കാണാം. ഈ തപോവനത്തില് ചെന്നപ്പോ തപോവനത്തിലേക്ക് 18,000 അടിയോ മറ്റോ കയറി അതിന്റെ മുകളിൽ ചെല്ലുമ്പോ അവിടെ തപോവനത്തിലുള്ള ഒറ്റ കുടിലേ ഉള്ളൂ. അവിടെ ഒരു ചെറിയ ഗുഹ, അതിന്റെ മുമ്പിൽ ഒരു കുടിലും കൂടെ, അവിടെയാണ് നമ്മൾ താമസിക്കേണ്ടത്. അത് നടത്തുന്ന ഒരു ബംഗാളി ലേഡിയാണ്. സന്യാസിനി എന്നാ വിളിക്കുന്നെങ്കിലും അവരവിടെ സന്യാസ രൂപമൊന്നുമില്ല. ഷീസ് ജസ്റ്റ് അവിടെ വന്ന് താമസിക്കാൻ വന്ന ഒരു 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 വനിതയാണ്, ഒരു ബംഗാളി 10-60 വയസ്സുള്ള അപ്പൊ ഇങ്ങനെ വല്ലപ്പോഴും കയറി വരുന്ന, എന്റെ മോളിൽ വരെ കയറി ചെല്ലുന്ന ഒരാളിന് അവിടെ കിടന്നുറങ്ങാം. അപ്പൊ ഇങ്ങനെ ബംഗാളികൾ എവിടെ ചെന്നാലും ഇതുണ്ട്. പക്ഷെ നമ്മള് ഈ തരത്തിൽ നമ്മളെ യാത്രകൾ ഈ രീതിയിൽ വളരെ വികസിച്ചിട്ടുണ്ട്.
ചെറിയ ഗ്രാമങ്ങളിൽ നിന്നൊക്കെയുള്ള ഞാൻ അതിൽ അത്ഭുതമില്ല. ഇപ്പൊ ഇസ്രായേലിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ കുണുക്കൊക്കെ ഇട്ട് ക്രിസ്ത്യൻ പിന്നെ പിൽഗ്രിമേജസ് ആണല്ലോ ഇസ്രായേലിലേക്ക് ഉള്ളത് കൂടുതലും. അപ്പം ഈ ഇടുക്കിയിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന ചട്ടയും മുണ്ടും ഒക്കെ ഇട്ട് കുണുക്കൊക്കെ ഇട്ടുള്ള ചേട്ടത്തിമാരൊക്കെ അവിടെ അവിടെ ജെറുസലേമിലെ തെരുവുകളിൽ കൂടി നടക്കുന്ന കാണാൻ വളരെ രസമുണ്ട്. കാരണം നമ്മൾ വി ഹാവ് ബിക്കം ഗ്ലോബൽ സിറ്റിസൺസ്. ഒരു വെറും അത് എല്ലാവരും IT-ക്കാരും പിന്നെ ഇവർ മാത്രമല്ല പിന്നെ ഗ്ലോബൽ സിറ്റിസൺസ് ആയിരിക്കുന്ന ഇവിടുത്തെ ഏറ്റവും നാട്ടുമ്പുറത്തുന്ന ആളുകൾ പോലും ഗ്ലോബൽ സിറ്റിസൺസ് ആയിട്ടുണ്ട്. അതൊരു അത്ഭുതകരമായിട്ടുള്ള വേറൊരു പ്രതിഭാസം. അത് ചേട്ടത്തിമാര് ഇതുപോലുള്ള സ്ത്രീകൾ, വൃദ്ധരായ സ്ത്രീകൾ മക്കളെ കാണാൻ അമേരിക്കയിൽ പോയിട്ട് ഒറ്റയ്ക്ക് തിരിച്ചു വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. മക്കൾ വന്ന് ആരെങ്കിലും ഒക്കെ എല്ലാ ഇമിഗ്രേഷനിലും കസ്റ്റംസിലും എയർലൈൻസിലും എല്ലാം കൂടി അവർ വളരെ ഒരു പോർട്ടൽ പോലും പറ്റാതെ തിരിച്ച് കേരളത്തിൽ വന്ന് ഇറങ്ങുന്നു. വല്ലവരൊക്കെ ആരെങ്കിലും ഒക്കെ വഴിയിൽ സഹായത്തിന് ആര് കണ്ടാലും സഹായിക്കുമല്ലോ. ഈ രീതിയിൽ നമ്മളൊരു വി ആർ എ ട്രാവലിംഗ് ഗ്രൂപ്പ്. അതൊരു വളരെ ഒരു വമ്പിച്ച കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ ഇതുപോലെ ഒരു ട്രാവലേഴ്സ് ഒരു സംഭവം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വേറൊരു വലിയ കാര്യമാണ്. അതതിന്റെ ട്രാവലിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ എന്റെ അൾട്ടിമേറ്റ്ലി വാട്ട് ഐ സീ സമയം വളരെ അധികം നീണ്ടുപോയി. അത്രേ ഉള്ളൂ. നമ്മള് എവരി ട്രാവൽ മേക്സ് യു എ ബെറ്റർ പേഴ്സൺ. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ പോയ ആളല്ല മടങ്ങി വരുന്നത്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്. ഞാൻ പിന്നെ യാത്രയ്ക്ക് എഴുതാനായിട്ട് പോകുന്നത് കൊണ്ട് ക്യാമറയും അത് കുറിപ്പെഴുതാൻ പുസ്തകങ്ങളും ഒന്നിലേറെ ക്യാമറകളും ഒക്കെ ആയിട്ടൊക്കെ പോകും. അത് ദാറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് പാർട്ട് ഓഫ് ഒരു ജോബായിട്ടും കൂടെ ഞാൻ കാണുന്നുണ്ട്. അതല്ലെങ്കിൽ കൈയും വീശി പോകേണ്ട കാര്യമുള്ളൂ. അപ്പം പോയിട്ട് തിരിച്ചു വരുമ്പം നമ്മളല്ല ലോകത്തിലെ ഏറ്റവും വലിയ ആളുകൾ, ഏറ്റവും മഹാന്മാരായ ആളുകൾ എന്ന് നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ് ഒരു വലിയ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. ലോകത്തിലെ കേരളമല്ല ലോകത്തിലെ ഏറ്റവും സുന്ദരമായ പ്രകൃതി എന്ന് നമുക്ക് മനസ്സിലാവും. അത്ഭുതകരമായ രീതിയിൽ ഈ ലോകമുണ്ട്. ബട്ട് വി ആർ ഓൾസോ വെരി ലക്കി. കേരളം തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും, ഞാൻ ഓരോ തവണ പോയിട്ട് വരുമ്പോഴും കേരളത്തിൽ മടങ്ങി വന്നു കഴിയുമ്പം ഐ ഫീൽ ഹാപ്പി. കാരണം ഇതാണ് നമ്മുടെ ലോകം. ഈ ലോകത്ത് തിരിച്ചു വന്നു കഴിയുമ്പോൾ വി ആർ കംഫർട്ടബിൾ എന്നുള്ളതാണ്. എന്നെ കൊണ്ട് ഇപ്പം നിങ്ങളുടെ ഇടയ്ക്കുള്ള പലരും ചെയ്യുന്ന പോലെ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഒന്നും പോയി ഒരു മാസമൊക്കെ അങ്ങേയറ്റം ചെലവിടായി. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അതിനപ്പുറത്തോട്ട് നമുക്ക് താങ്ങാൻ പറ്റില്ല. ഇതൊക്കെയാണ് ആദ്യമായിട്ട് ആമുഖമായിട്ട് ഞാൻ പറയുന്നത്. താങ്ക് യു സോ മച്ച്. നമസ്കാരം സാർ. സാർ പറഞ്ഞിട്ടുണ്ട്, ബാക്കി ചോദ്യോത്തരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. 8:15 അദ്ദേഹം ഉണ്ടാകും. കഴിഞ്ഞ എനിക്ക് പരമ്പരയിൽ, അതായത് 60-ാം അധ്യായത്തിൽ പങ്കെടുത്ത KN ഷാജി ഉണ്ട്. താങ്കളോടൊപ്പം കുംഭമേളയ്ക്ക് അദ്ദേഹം പോയത് കഥ കഴിഞ്ഞ പരമ്പരയിൽ പറഞ്ഞിരുന്നു. ഷാജി ഉൾപ്പെടെയുള്ള ആൾക്കാർ താഴെയുണ്ട്. എല്ലാവരും കുംഭമേളയ്ക്ക് ഷാജി വന്നിരുന്നോ? അത് ശരി. അതെ അതെ. അപ്പോൾ എല്ലാവരും വന്ന് അദ്ദേഹവുമായി സംസാരിക്കണം, ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇനിയും യാത്രയുണ്ടോ? ഇനിയും താങ്കൾ ഇനിയും അടുത്ത് പ്ലാൻ ചെയ്യുന്നുണ്ടോ എഴുതാൻ വേണ്ടിയുള്ള യാത്ര? എഴുതാൻ വേണ്ടി ആയിരിക്കണം. ഞാൻ എഴുതാൻ വേണ്ടി യാത്രയുണ്ട്. അത് ഇനിയിപ്പോ അടുത്ത ഈ തണുപ്പ് കാലം യൂറോപ്പില് അമേരിക്കയിലൊക്കെ ഉള്ള മെക്സിക്കോ ഒക്കെ അടക്കമുള്ളൂ. അപ്പം ഒരു ഓഗസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി എങ്ങോട്ടെങ്കിലും ഉള്ളൂ. തണുപ്പ് പടിഞ്ഞാറേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ഓഗസ്റ്റ് ഒക്കെ ആകുന്നതാണ് നമുക്ക് നല്ലത്. ഫോൾ അല്ല താനും, സമ്മർ അല്ല താനും, എന്നാൽ വിന്റർ ആകുന്നുമില്ല. അതിന്റെ ഇടയ്ക്കാണ് നമുക്ക് ഉള്ള ഒരു സ്വെറ്ററിലൊക്കെ നിൽക്കാവുന്ന ഒരു കാര്യമുണ്ടല്ലോ. അതാണ് ഞാൻ പൊതുവിൽ ചെയ്യാറുള്ളത്. സമ്മർ അമേരിക്കയിലും മറ്റും ഈ ഇതുപോലെ ചൂടുള്ള കേരളത്തിൽ നിന്ന് പോകുന്ന നമുക്ക് പോലും താങ്ങാൻ വയ്യാത്ത ചൂട് അമേരിക്ക പല സ്റ്റേറ്റുകളിലും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. തളർത്തിക്കളയുന്ന. അപ്പൊ അത് യൂറോപ്പിൽ അനുഭവിച്ചിട്ടുണ്ട്. അല്ല, അതുകൊണ്ട് യാത്രയുണ്ട്. അതിങ്ങനെ ഒരു വർഷം പോണം. അങ്ങ് കുംഭമേളയ്ക്ക് പോയിരുന്നല്ലോ. അപ്പൊ നമ്മളൊന്നും കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ലാത്ത ഒരു സംഭവമാണ്. സാറിന്റെ അനുഭവങ്ങൾ ഒന്ന് ചുരുക്കി പറയാമോ? പറഞ്ഞു കേൾക്കാൻ അത് പറ്റില്ല. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ ഒരു കോപ്പി മേടിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇത്രയേ ഉള്ളൂ. ബമ്പം ഹരഹരം ബമ്പം ബോൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. അത് നിറച്ച് ചിത്രങ്ങളോട് കൂടിയ ഒരു സചിത്ര പുസ്തകം. മലയാളത്തിൽ ആദ്യത്തെ സചിത്ര യാത്ര വരണം. അത് ആക്ച്വലി മോർ അബൌട്ട് ചിത്രങ്ങളാണ് ഈ കൂടുതലും. അതൊരു എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് സന്യാസി അവിടെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഈ ഹിമാലയൻ യാത്രകൾ. കാരണം ഞാനിപ്പോ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പറയുന്നില്ല. ഇത് വെരി ഡിയർ ഫ്രണ്ട്. അപ്പം
അദ്ദേഹത്തിന് ഹിമാലയം ശരിക്കും എന്താ പറയണ്ട കൈവെള്ളക്കകത്ത് എന്ന് പറഞ്ഞ പോലെ ഹിമാലയത്തിന്റെ ഇത് തപോവനത്തിലേക്ക് 7 ദിവസമുള്ള ട്രക്ക്, അത് ഒരു ഷെർപ്പ ഞങ്ങളുടെ കൂടെ വഴി കാട്ടാൻ ഉണ്ടായിരുന്നു എങ്കിലും ഇതൊന്നുമില്ലെങ്കിലും എന്റെ സുഹൃത്തും തന്നെ അതിലൂടെ അങ്ങ് കയറി പോവുമായിരുന്നു ഇതിലേക്ക്. അപ്പൊ അദ്ദേഹമാണ് കുംഭമേള വരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാനും ശശികുമാറും ഞങ്ങളുടെ ഡൽഹിയിലുള്ള ഞങ്ങളുടെ ഫ്രണ്ട് ഒരു ജേർണലിസ്റ്റ് ഉണ്ട് പ്രേമ ശ്രീദേവി, ഇവര് ഞങ്ങളൊക്കെ കൂടെ കൂടി, ഞങ്ങൾ 3-4 പേരുണ്ട്, പിന്നെ 2 പേരും കൊണ്ടുണ്ട്, ഞങ്ങളൊക്കെ കൂടെ കൂടി ഹരിദ്വാറിൽ പോയി. അത് കുംഭമേള അന്ന് ഹരിദ്വാർ കുംഭമേളയാ, മറ്റേതല്ല, നമ്മുടെ അലഹബാദ് അല്ല. അലഹബാദ് എന്നുള്ള പേരൊക്കെ ഇവരെടുത്ത് കളഞ്ഞല്ലോ, ഇപ്പൊ വേറെ ഏതാണ്ട് പേര്. അപ്പൊ അതാണ് പിന്നെ ഇതിനാണ് പോയത്. അതൊരു എന്താ ഒറ്റ ക്ലിഷ ആയിട്ടുള്ള ഒരു പേര് പറഞ്ഞ ഒരു മനുഷ്യ മഹാസാഗരമാണ്. വരുന്നു അതിന്റെ പീക്ക്. ഭക്തിയല്ലേ എല്ലാവരും കൊണ്ടിരുന്നത്, ഭക്തി തന്നെയാണ്. അത് ഉത്തരേന്ത്യയിലെ പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡ് ആ ഏരിയയിൽ മുകളിൽ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരാണ് ഒരു പക്ഷേ ഒരു വലിയ പങ്ക്. അതുകൂടാതെ പൊതുവിൽ ബീഹാർ ഉണ്ടോ, ബീഹാർ, അതെ, മധ്യപ്രദേശ്, അവിടുന്ന് ഡൽഹി, ഹരിയാന, അവിടുന്നെല്ലാം കൂടെ കൂടി അതിന്റെ എണ്ണമൊക്കെ ഞാൻ മറന്നുപോയി. എനിക്ക് തോന്നുന്നു ശരാശരി ഒരു ദിവസം 8-10 ലക്ഷം പേരൊക്കെ ഉണ്ടായിരിക്കും തോന്നുന്നു. അപ്പൊ അതിന്റെ വെരി ഓർഡർലി, ക്ലീൻ ആണ്. അവിടെ വലിയ ഈ സന്യാസിമാർ കുളിക്കാൻ പോകുന്ന ആ സമയത്ത് മാത്രമാണ് ഫൈനൽ മുഹൂർത്തം ഉണ്ട്. അതിന്റെ എന്തോ ഒരു കുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തം. അപ്പോ നാഗസന്യാസിമാർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് എനിക്ക് തോന്നുന്നത്. അവര് പിന്നെ ആഘോഷമായിട്ട് അല്ല, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടെയാണ് തിരക്ക്. സന്യാസിമാർ ഓരോ മഹാമണ്ഡലേശ്വരനും ഒരു രഥമുണ്ട്. ആ രഥത്തിൽ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സും ചുറ്റുപാടും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സും ഉണ്ട്. ഇവരുടെ ഒരു അതാണ് ആ ഘോഷയാത്രയാണ് ഈ പിന്നെ സ്നാന കേന്ദ്രത്തിലേക്ക്, സ്നാന പോയിന്റിലേക്കുള്ള, അതാണ് അവിടുത്തെ ഏറ്റവും വലിയ കാഴ്ച എന്നാണ് ഞങ്ങൾ പോയപ്പം മനസ്സിലാക്കിയത്. ആ സമയത്ത് ഭയങ്കരമായ തിരക്കുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ചവിട്ട് കൊള്ളും, എന്തെങ്കിലുമൊക്കെ പറ്റും. എനിക്കിട്ടൊരു കുതിരയുടെ ചവിട്ട് കിട്ടിയതാവുന്ന ഒരു പോലീസുകാരന് ഞാൻ ഇതിനിടയ്ക്കൂടെ കയറിപ്പോയി. കുതിരയുടെ ചവിട്ട് കിട്ടി. കുതിര എന്നെ ശരിക്കും നമ്മുടെ എല്ലൊക്കെ ഒടിഞ്ഞു പോകേണ്ടതാണ്. അതിൽ നിന്ന് എങ്ങനെയോ ഞാൻ വലിഞ്ഞ് പുറത്തിയാടി. അപ്പം അത് കാണാനുള്ള പോകുന്ന സമയത്ത് വലിയ തിരക്കൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ അത് വെറുതെ നമ്മളിങ്ങനെ അലഞ്ഞു നടക്കുക, ക്യൂരിയോസിറ്റീസ്. ഇപ്പം നഗ്നരായ സന്യാസിമാരെ നമ്മൾ കാണാറില്ല. പക്ഷെ അവിടെ മുഴുവൻ ഞാനൊക്കെ വളരെ കാലമായിട്ട് എനിക്ക് ഇവരെ അറിയുന്നതും എന്റെ സുഹൃത്തിന്റെ ഫ്രണ്ട്സുമാണ് അവര്. അപ്പൊ ഞാൻ അവരുമായിട്ടൊക്കെ ധാരാളം സംസാരിച്ചിട്ടുമുണ്ട്. അവർക്കൊക്കെ ഐഫോണും ഒക്കെ ഉള്ള ആളുകളാണ്, വളരെ ഭംഗിയായിട്ട് ജീവിക്കും. അപ്പോ അപ്പൊ അവര് നമ്മളെ കണ്ട് അവർക്ക് ചോദിക്കുന്നത് മലയാളത്തിൽ സിനിമ പാട്ടുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർക്ക് അറിയേണ്ടത്. നിങ്ങൾക്ക് ഹിന്ദി പാട്ടുകൾ ഏതൊക്കെ അറിയാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചു. വെരി ക്യൂറിയസ്. അപ്പൊ വളരെ നല്ല മനുഷ്യരായി, ഗുഡ് പീപ്പിൾ. അപ്പൊ ഇതാണ് അതൊരു 3 ദിവസം അവിടെ നിന്ന് ഈ ക്രൗഡ്, ഈ തിരക്കിന്റെ ഇടയ്ക്കൂടെ നടക്കുക, ഈ ഘോഷയാത്ര കാണാൻ, അതൊരു കാഴ്ച തന്നെയാണത്. ഓരോ മഹാമണ്ഡലേശ്വരന്മാരും മഹാസന്യാസിമാരും അവരുടെ രഥത്തിൽ ഇരുന്ന് പോകുന്നു. അപ്പം എന്റെ സുഹൃത്തിന്റെ സ്വാധീനം കൊണ്ട് അതിനകത്തോട്ട് നമുക്കൊന്നും അടുത്ത് പോലും ചെല്ലാൻ പറ്റില്ല. പക്ഷേ എനിക്ക് അതിലൊരു മഹാമണ്ഡലേശ്വരന്റെ, എന്റെ സുഹൃത്തിന്റെ ഗുരുവായ മഹാമണ്ഡലേശ്വരന്റെ രഥത്തിന്റെ ചക്രത്തിന്റെ മുകളിലുള്ള എന്നാ പറയുന്നത്, വളഞ്ഞ അതിലിരിക്കാൻ എന്നെ അനുവദിച്ചു. അങ്ങനെ ഞാനും അതില് ഒരു വലിയ പ്രധാനപ്പെട്ട ആളായിട്ട് അതിൽ പങ്കെടുത്ത് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതായിരുന്നു എന്റെ അനുഭവം. അവിടെ 3 ദിവസം അവിടെ ഈ മറ്റ് കുംഭമേളകളെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം അത് കൂടുതലൊരു പ്രചാരം കിട്ടും. ഒരുപാട് പേര് ഇതില് ഫാമിലി ആയിട്ട് പോലും പങ്കെടുക്കാനായിട്ടൊക്കെ ഈ പ്രാവശ്യം പോയിട്ടുള്ളതായിട്ട് അറിയാം. എവിടെ ഹരിദ്വാറിലാ? ഹരിദ്വാറിലേക്കാണ് എനിക്കറിയുന്ന പലരും അവിടേക്കാണ് പോയിട്ടുള്ളത്. അല്ല, ഒത്തിരി പേര് ഇവിടെ അലഹബാദിലേക്കും ആയിരക്കണക്കിന് കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ ഈ വർഷം അല്ല, ഞാൻ പറയുന്നത് ടർക്കി എന്നല്ല, ഈ വർഷം അലഹബാദിലാണല്ലോ. ഈ വർഷം 25-ൽ നടന്നത് അലഹബാദിലായിരുന്നു. എനിക്ക് 10 കൊല്ലം കൂടുമ്പോഴാണ്. ഇനി ഹരിദ്വാറിലായിരിക്കും. പക്ഷെ ഇവിടെ ധാരാളം പേര് പോകുന്നുണ്ട്. ആ തീർത്ഥയാത്രയാണല്ലോ ആളുകളുടെ ഒരു ഹരം.
അതാണല്ലോ. ഉം. അത് എല്ലാ മതങ്ങൾക്കും അതാണ് അവരുടെ ഇത് തീർത്ഥയാത്രയല്ലേ, ഹജ്ജിന് പോകുന്നു. കുടുംബമായിട്ട് പോകുന്നതും ഇപ്രാവശ്യമാണ് കണ്ടത്. കൂടുതൽ പേരും കുടുംബമൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നതായിട്ട് കണ്ടു. അത് അപ്പൊ നടക്കുന്നത് അവരെയൊക്കെ അത്രയും കൂടിയെങ്കിലും അവർക്ക് യാത്ര ചെയ്യാനും ലോകം കാണാനും പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതെ പിന്നെ എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടി പോട്ടെ എന്നാ ഞാൻ പറഞ്ഞു. അതെ. ഹേമ, നമുക്ക് ശ്രീകുമാറിലേക്ക് പോകാം. ശ്രീകുമാർ എത്തിയിട്ടുണ്ട്. ശ്രീകുമാർ സംസാരിക്കൂ. ഈ ആൽഡോസ് ഹക്സ്ലി ഇതിനെപ്പറ്റി ട്രാവലിനെ പറ്റി ഒരു എസ്സേ എഴുതിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ക്രോണിനും എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് അതൊരു തരം സ്നോബറി ആയിട്ട് മാറുന്നു. ആ കാലഘട്ടത്തിൽ എഴുതിയതാണ്. മാത്രമല്ല ഇപ്പം പലരും വലിയ പ്രതീക്ഷയോടുകൂടി ഒരു സ്ഥലത്തെ കുറിച്ച്, ഇപ്പൊ താജ്മഹലിനെ കുറിച്ചോ അല്ലെ ഇന്ത്യയിലെ ആനകളെ കുറിച്ചോ അല്ലെ നമ്മൾ ആഫ്രിക്കയിലുള്ള എന്തെങ്കിലും ഒരു ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോകുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി ആയിരിക്കും പോകുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോ വിചാരിക്കുന്ന പോലെ ഒന്നും ഇല്ല എന്നൊരു ഫീല്. അവിടെ അവര് വിചാരിച്ച ഒരു ഇത് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവര് വിചാരിച്ച ഒരു ത്രില്ല് അതിനകത്തില്ല, ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. അങ്ങനെ ഒരു ഫീലിംഗ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോയപ്പോ തോന്നിയിട്ടുണ്ടോ? ഇല്ല വാസ്തവത്തിലില്ല. അത് യഥാർത്ഥത്തിലുള്ള ഒരു സൈഡിൽ ഇപ്പം ഞാൻ ഡൽഹിയിൽ കുറെ കാലം ചെന്ന് 4-5 വർഷത്തിന് ശേഷമാണ് ഉദാഹരണമായിട്ട് താജ്മഹൽ കാണാൻ പോകുന്നത്. താജ്മഹൽ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അമ്പരന്ന് നിൽക്കുകയല്ലാണ്ട് വേറെ ഒന്നും നമ്മള് ചിത്രത്തിൽ കണ്ടതോ പറഞ്ഞു കേട്ടതോ സിനിമയിൽ കണ്ടതോ ഒന്നും അല്ല താജ്മഹൽ. താജ്മഹൽ ഈസ് ബിയോണ്ട് ബിലീവ് എന്ന ഇതുപോലെയാണ് ഹിമാലയം. ഞാൻ ചിന്തിച്ചതോ ആലോചിച്ചോ ഒന്നും അല്ല ഹിമാലയം. അതൊരു ഒരു ഒരു വളരെ അസംഭാവ്യം, ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ എനിക്ക് നിരാശപ്പെട്ടത് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇപ്പൊ മൻഹട്ടൻ നമ്മൾ കാണുന്ന ചിത്രങ്ങളിലേക്കാളും ഒക്കെ എത്രയോ നമ്മളെ ബാധിക്കുന്ന ഒരു കാഴ്ചയാണ്. ഞാൻ അവിടെ ഒരു ഐലൻഡിലാണ് എന്റെ സുഹൃത്ത് താമസിക്കുന്ന സ്റ്റേറ്റൻ ഐലൻഡിൽ. അപ്പൊ സ്റ്റേറ്റൻ ഐലൻഡിൽ നിന്ന് ഞാൻ എന്നും മൻഹട്ടനിലേക്ക് പോകുന്ന ഒരു ഫെറി ഉണ്ട്, ഒരു മുക്കാൽ മണിക്കൂർ എടുക്കുന്ന അതേപ്പോൾ നമ്മൾ ഓരോ തവണ നമ്മൾ മൻഹട്ടനിലേക്ക് നോക്കുമ്പോഴും ഇറ്റ് ഈസ് എഗെയിൻ ആൻഡ് എഗെയിൻ ബിയോണ്ട് ബിലീഫ്. അതില്ല. പിന്നെ അത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് തമാശയായിട്ട് അതിനെ കുറച്ച് കാണാം. എന്താടാ ഇതിലൊക്കെ കാര്യം, നമ്മുടെ മലയാളികളുടെ ഒരു രീതിയിലും ഹക്സ്ലിയുടെ അവരൊക്കെ എനിക്ക് തോന്നുന്നു കുറെയൊക്കെ തമാശയായിട്ട് എഴുതിയതും കൂടെ ആയിരിക്കും. ഞാനത് വായിച്ചിട്ടില്ല, പിന്നെ എ.ജി. ക്രോണിന്റെയും വായിച്ചിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് ഏതാണ്ട് എല്ലാ എഴുത്തുകാരും, D.H. ലോറൻസ് വരെ യാത്രാവിവരണം എഴുതിയിട്ടുണ്ട്, ഗ്രഹാം ഗ്രീൻ എഴുതിയിട്ടുണ്ട്, ഹെമിംഗ്വേ എഴുതിയിട്ടുണ്ട്, പിന്നെ ഹെൻറി മില്ലർ എഴുതിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഏതാണ്ട് ഒരു പ്രധാനപ്പെട്ട എല്ലാ ഫിക്ഷൻ റൈറ്റേഴ്സും യാത്രാവിവരണങ്ങളും കൂടി എന്തുകൊണ്ട് എഴുതിയതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ജെയിംസ് ജോയ്സ് ഒക്കെ ഉള്ളു എഴുതാത്ത ആളുകൾ. അപ്പൊ അങ്ങനെയൊന്നും ഞാനൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. ഞാൻ പോയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും എന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്താണ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. ആഫ്രിക്ക പ്രത്യേകിച്ച്. ഹലോ ഹലോ, പറയൂ ശ്രീകുമാർ. സ്മിത പ്രകാശ്. താങ്ക്സ് ഫോർ ദ റിപ്ലൈ. ഹലോ താങ്ക്സ്, കേട്ടു. താങ്ക്സ് ഫോർ ദ റിപ്ലൈ. താങ്ക് യു. സാർ, ഈ തപോവന യാത്ര ചെയ്യാനുള്ള സാഹചര്യം എന്തായിരുന്നു ഈ സ്വാമി സംവിധാനത്തിനൊപ്പം? അത് ഇത്രയേ ഉള്ളൂ. തപോവനം ഹിമാലയത്തിലേക്ക് പോകണമെന്നുണ്ട്. അപ്പം കഴിയുന്നത്ര ഏറ്റവും ഉയരത്തിൽ വരെ പോകണമെന്നുള്ള നമ്മുടെയൊക്കെ ഒരു അംബീഷൻ ഉണ്ടല്ലോ, യാത്രക്കാരുടെയൊക്കെ ഒരു ആഗ്രഹം. അപ്പം ഈ പലയിടത്തും ഈ ആളുകൾ ചെന്നാല്, എനിക്കൊക്കെ ഈ സിംഗപ്പൂരിൽ ചെന്നാൽ, അല്ലെങ്കിൽ ഇവിടെ എന്താ അതിന്റെ പേര്, നമ്മുടെ മലേഷ്യയിലെ ക്യാപിറ്റൽ ഏതായത് KL കുലാലംപൂരിലൊക്കെ ചെന്ന ആളുകൾ നമ്മളെ ഈ മലയാളി നല്ലവരായതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള അവരുടനെ നമ്മളെ അവിടുത്തെ ടവറിന്റെ മുകളിൽ കയറ്റാൻ കൊണ്ടുപോകും. അപ്പൊ ഈ ടവറിന്റെ മുകളിൽ കയറുന്നതിനകത്ത് യാതൊരു ത്രില്ലും ഞാൻ കാണുന്നില്ല. പക്ഷെ ഈ തപോവനം പോലെയുള്ള ഹിമാലയത്തിന്റെ ഒരു ശൃംഗത്തിന്റെ മുകളിലേക്ക് കയറി പോവാന്ന് പറഞ്ഞാൽ അതൊരു വെല്ലുവിളിയാ. ഞാൻ നോക്കിയപ്പം അതൊരു അസാധാരണമായിട്ടുള്ള ഒരു വെല്ലുവിളിയായിട്ട് തോന്നി. 3 ദിവസം ആണ് എന്റെ ഓർമ്മ ശരിയാണ്. 2.5-3 ദിവസം കൊണ്ടാണ് നമ്മൾ തപോവനത്തില് ചെല്ലുക. അപ്പം ഈ ഗംഗോത്രി എന്നെ സംബന്ധിച്ചിടത്തോളം തപോവനത്തെക്കാളേറെ എനിക്ക് ഗംഗോത്രി, പിന്നെ എന്നാ നമ്മൾ പറയുന്നേ,
ഹിമപാതം എന്നാണ് അതിന് മലയാളത്തിൽ പറയുന്നത് തോന്നുന്നു. അത് കാണുക, അത് ക്രോസ് ചെയ്യണം. എന്റെ ജീവിതത്തിൽ ഞാൻ നടത്തിയിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു യാത്രയായിരുന്നു ഗംഗോത്രി ക്രോസിങ്. ഐസ് കട്ടകൾക്കും കല്ലുകൾക്കും ഇടയിലൂടെ. അപ്പം അത് ആ ഒരു ചലഞ്ച് ചെയ്തു തീർത്തു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്രക്കാരൻ എന്നുള്ളതല്ല. എനിക്ക് ഞാൻ മതവിശ്വാസിയും ദൈവവിശ്വാസിയും ഒന്നും അല്ലാത്തതുകൊണ്ട് ഇവിടെയൊന്നും എനിക്ക് ആ തരത്തിലുള്ള ഫീലിങ്സ് ഒന്നും എനിക്കില്ല. എനിക്ക് പ്രകൃതിയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ 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 കോരിത്തരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതാണ് എന്റെ പ്രൈമറി തിങ്. അപ്പം എവിടെ പോയാലും, ഇസ്രയേലിൽ പോയാലും, അവിടെ നല്ല മനുഷ്യരായ വിശ്വാസികൾ അവിടെ വന്ന് അവര് വിശ്വാസം കൊണ്ട് കോരിത്തരിക്കുന്നു. ഞാനവിടെ പോയി ഇസ്രയേലിന്റെ പല കാഴ്ചകൾ കണ്ടിട്ട് കോരിത്തരിക്കുന്നു. അപ്പൊ ഇത് തപോവനത്തിൽ പോയതിന്റെ കാര്യം ഇത്രേ ഉള്ളൂ. ഇറ്റ് വാസ് എ ചാലഞ്ച് അവിടം വരെ. പിന്നെ ഇത് ഇത്ര ഉയരത്തിൽ എന്റെ ജീവിതത്തിൽ ഞാൻ പോയിട്ടില്ല. ഇനി എനിക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തപോവനത്തിന്റെ ഹൈറ്റ് 17,000 അത്ര ഏതാണ്ടൊരു പിന്നെ ഫീറ്റാണ് അതിന്റെ ഉയരം. അതിന്റെ ചുറ്റുപാടും 5 ഹിമശൃംഗങ്ങളുടെ 5 or 4 ഹിമശൃംഗങ്ങളുടെ നടുവിലാണ് ഈ തപോവനം എന്ന് പറയുന്ന താഴ്വര ഇരിക്കുന്നത്. തപോവനം താഴ്വര ഒരു വളരെ വിരസവും വരണ്ടതും മരുഭൂമി പോലെയുള്ള വളരെ വിരൂപമായ ഒരു സ്ഥലമാണ്. കാരണം ആ താഴ്വര ഇന്നിത്തൽ. പക്ഷെ അതങ്ങോട്ട് മറന്നിട്ട് ചുറ്റുപാടും കണ്ണോടിക്കുമ്പോഴാണ് ഈ പിന്നെ ഹിമാലയൻ പീക്സ് ഇങ്ങനെ അതും വളരെ വിചിത്രമായ രൂപങ്ങളുള്ള ഹിമാലയൻ പീക്സിന്റെ നടുക്കൊരു ചെറിയ ഒരു കുഞ്ഞ് മുറ്റം പോലെ ഒരു സ്ഥലമാണ് ഈ തപോവനം. അവിടെ അതെ. അപ്പം അതെ, ശ്രീകുമാർ ചോദിച്ച ചോദ്യത്തിന് എന്റെ ഉത്തരം അവിടെയുണ്ട്. ഞാൻ പോയിട്ടുള്ള ഏറ്റവും നിരാശാജനകമായ ആ രീതിയിൽ എന്നെ നിരാശപ്പെടുത്തിയ സ്ഥലം തപോവനമാണ്. ഞാൻ ഓർത്തത് എന്തോ വളരെ മനോഹരവും പ്രകൃതിരമണീയവും ഒക്കെ ആയിട്ടുള്ള ഒരു സ്വർഗീയമായിട്ടുള്ള ഒരു സ്ഥലമാണെന്നാണ്. അതൊരു ഈ പിന്നെ വർഷാവർഷങ്ങളായിട്ട്, കോടാനുകോടി കൊല്ലങ്ങളായിട്ട് മഞ്ഞ് വീണ് അലിഞ്ഞ് അവിടുത്തെ മണ്ണ് പോലും പിന്നെ ദ്രവിച്ചു പോയ പോലെയുള്ള മണ്ണും കുറെ പാറകളും ഉണങ്ങിയ മരങ്ങളുമായിട്ട് ഒരു സ്ഥലമാണ്. അത് തപോവനത്തിന്റെ കുറ്റമല്ല. ഇറ്റ് ഈസ് ജിയോഗ്രഫി. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. ഇതാണ്. അപ്പൊ എന്നെ നിരാശപ്പെടുത്തിയ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് തപോവനമാണ്. പക്ഷെ നിരാശയല്ല. ഞാൻ പ്രതീക്ഷിച്ച പ്രകൃതി രമണീയത അവിടെ ഇല്ലായിരുന്നു. ഞാൻ ഓർത്തത് അതെന്തോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. പക്ഷെ ഇറ്റ് ഈസ് എ ത്രില്ലിംഗ് പ്ലേസ്. അവിടെ ചെന്ന് കഴിയുമ്പം അത് നമുക്ക് തരുന്ന ത്രില്ല് ഒരു വളരെ അത്ഭുതകരമായ ഒരു സംഭവമാണ്. തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് വേറൊരു കാര്യം. അത് ദാറ്റ്സ് ഓക്കെ. ഈ മലത്തിൽ എവിടെയും ആ തരത്തിലുള്ള തണുപ്പ് നമ്മൾ സഹിച്ചേ തീരൂ. രാത്രിയിലും മറ്റൊന്ന് മൂത്രം ഒഴിക്കാനായിട്ട് പുറത്തിറങ്ങാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ഒരു വളരെ ഭീകരമായ അനുഭവമാണ്. പക്ഷേ അതാണ്, അവിടെ ഇറങ്ങി രാത്രിക്ക് നമ്മൾ മൂത്രം ഒഴിക്കാനോ അല്ലെങ്കിലോ ആയിട്ട് പുറത്തിറങ്ങി ആകാശത്തിലേക്കൊന്ന് നോക്കിയാലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ആകാശഗംഗ എന്ന് പറയുന്ന പ്രതിഭാസത്തെ എൻഡ് ടു എൻഡ് ഒരു വലിയ നദി പോലെ വളരെ ക്ലിയർ ആയിട്ട് ഓരോ നക്ഷത്രവും ഗാലക്സിയും ഏതാണ്ട് തിരിച്ചറിയാവുന്ന രീതിയിൽ ഇങ്ങനെ ഒഴുകിക്കിടക്കുന്നത് കണ്ടത്. കാരണം അവിടെ യാതൊരു പൊടിപടലവുമില്ല. അത്രയും ഉയരത്തിൽ നിന്നാണ് നമ്മൾ കാണുന്നത്. ആകാശഗംഗയുടെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു പിന്നെ എനിക്ക് തപോവനത്തിൽ നിന്ന് കിട്ടിയത്. അതിന് തന്നെ തപോവനത്തിന്റെ എന്റെ മനസ്സിലുള്ള വില അമൂല്യമായ ഒരു വിലയാണ്, അനുഭവമാണ്. ഈ യാത്രയിലൊന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ ഈ യാത്ര തന്നെ ഒരു അനുഭവം ആകത്തില്ലേ? അതെ, യാത്ര അനുഭവമാണല്ലോ. അവിടെയല്ലേ അതിന്റെ ഒരു യാത്രയുടെ ഏറ്റവും വലിയ ഒരു സുഖം എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ്ലി പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി എയർപോർട്ടിൽ ചെല്ലുന്നവരെ ആ ടാക്സിക്കാരൻ തൊട്ട് അവിടുത്തെ കസ്റ്റംസുകാരും ഇമിഗ്രേഷൻകാരും അടക്കം പിന്നെ പാസ്പോർട്ട് അതെ അവിടെ ഇരിക്കുന്നവർ തൊട്ട് എയർപോർട്ടിലെ നമ്മുടെ എയർലൈൻസിന്റെ ജോലിക്കാരടക്കം ഇറ്റ് ഈസ് എൻ അമേസിങ് യൂണിവേഴ്സ്. നമ്മൾ ഇവിടെ സ്ഥിരപരിചിതമായ നമ്മുടെ ഈ മൂറിങ്ങിൽസിൽ നിന്ന് പറഞ്ഞു പോയി നമ്മൾ ഇറങ്ങുകയാണ് അങ്ങോട്ട്. പിന്നെ അതാണ് ആ അനുഭവം. എനിക്ക് മനുഷ്യരെ നോക്കിയിരിക്കാൻ യാതൊരു പ്രയാസമില്ല. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന ആളുകൾ പറയും അയ്യോ 2 മണിക്കൂർ കാത്തിരിക്കണമല്ലോ. എന്നെ സംബന്ധിച്ചോളം റെയിൽവേ സ്റ്റേഷനുകളിലെ പോലെ പരമരസകരമായ മറ്റൊരു ഇടം ഇല്ല. അവിടെ ഏതെങ്കിലും ഒരു ബെഞ്ചിൽ അവിടെ ഇരുന്ന് വരുന്നതും പോകുന്നതും നോക്കിയിരുന്നാൽ
നമ്മള് അതാണ്. സോ എന്നെ സംബന്ധിച്ചോളം ആ യാത്രയിലൂടെ ഇവിടെ നിന്ന് നമ്മൾ ന്യൂയോർക്കിൽ വരെ ചെല്ലുമ്പോഴത്തേക്കും ഏതെല്ലാം തരത്തിൽ, എന്തെല്ലാം ഇടങ്ങളിൽ നിന്നുള്ള എന്തെല്ലാം ഭാഷകൾ സംസാരിക്കുന്ന, എന്തെല്ലാം വസ്ത്രങ്ങൾ അണിഞ്ഞ മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. അതെല്ലാം ഓർത്തിരിക്കണമെന്നും ഒന്നുമല്ല ഞാൻ പറയുന്നത്. ബട്ട് ദാറ്റ് ഈസ് ദി എക്സ്പീരിയൻസ്. ദ ജേർണി ഇറ്റ്സെൽഫ് ഈസ് എക്സ്പീരിയൻസ്. കഥാപാത്രങ്ങൾ, കഥാസന്ദർഭങ്ങളൊക്കെ ലഭിച്ചിട്ടില്ലേ? അത് ഉണ്ടാവും, ഇല്ല, അതങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇതൊക്കെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളല്ലേ. ഇതിൽ നിന്നെല്ലാം എന്തെങ്കിലുമൊക്കെയാണ് കഥകളിലേക്ക് കയറി വരുന്നത്. ഇതൊക്കെ നമ്മളുടെ മനസ്സിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണല്ലോ ഈ ഇംപ്രഷൻസും അനുഭവങ്ങളും കിടക്കുന്നത്. അത് പതുക്കെ കയറി വരും എന്നുള്ളതാണ് അതിന്റെ കാര്യം. അത് എഴുതാനിരിക്കുമ്പോൾ ചിലത് വരും, ചിലത് വരില്ല. ആവശ്യമുള്ളത് വരും, ആവശ്യമില്ലാത്ത പോകും. അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ പ്രോസസ്. മറ്റുള്ളവർക്ക് അങ്ങനെ ആകണമെന്നില്ല കേട്ടോ. ദാറ്റ്സ് എ വെരി ഡിഫറെന്റ് തിങ്. അപ്പോൾ ഇനിയുള്ള യാത്രകളിൽ ഈ താങ്കൾ ആമുഖമായി പറഞ്ഞല്ലോ, നമുക്കൊരു ദൃശ്യ സാധ്യതകൾ, വീഡിയോ, അതിലേക്ക് ഇത് യാത്രാ വിവരണങ്ങൾ മാറുന്നു എന്നുള്ള. അതെ അതെ. അപ്പോൾ ഇനിയുള്ള യാത്രകൾ എന്ത് ചെയ്യും? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യാത്ര ചെയ്യുന്നത് ഇത് യാത്ര നിർമ്മിക്കാനല്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇഷ്യൂവേ അല്ല. ഞാനിപ്പോ പോകുന്ന ഇതിലിപ്പം എനിക്ക് തോന്നുന്നില്ല ഞാൻ എഴുതാൻ കിടക്കുന്ന കണക്ക് കൃത്യമായ കണക്കില്ലെങ്കിലും ഞാൻ 51 52 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു 7 8 10 12 രാജ്യങ്ങളുടെ യാത്രാ വിവരണം ഞാൻ എഴുതിയിട്ടുള്ളൂ. അത് ഇറ്റ്സ് ഫോർ മൈ പേഴ്സണൽ പ്ലഷർ. എനിക്ക് എന്റെ എൻറിച്ച്മെന്റാ. ഞാൻ എന്റെ ഉള്ളിൽ ഞാൻ മറ്റൊരു മനുഷ്യനായി തീരുന്നു എന്നുള്ളത് മാത്രമാണ്. അത് നമുക്ക് പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുകയില്ല. ആരെങ്കിലും കണ്ടാൽ ഉടനെ ഞാൻ ഇത്ര രാജ്യത്ത് പോയിട്ടുണ്ട്, തനിക്കറിയാവോ പറ്റത്തില്ല. ഇതൊന്നും ചെയ്യാൻ പറ്റുകയില്ലല്ലോ. ഇറ്റ് ഇസ് എ റിച്ച് വെൽത്ത് ഇൻ യുവേഴ്സെൽഫ്. അത്ര തന്നെ. അത് എഴുതുകയോ വായിക്കുകയോ ചിന്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പം ഒരു പക്ഷേ ഈ വെൽത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കയറി വന്നേക്കാം, ഇല്ലായേക്കാം. അത്രേ ഉള്ളൂ. എനിക്കിപ്പോ ഒരു ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്റെ അർത്ഥം കാഴ്ച കാണൽ നടക്കുകയില്ല എന്നുള്ളതാണ്. വീഡിയോ എടുക്കുന്നതിലേക്ക് മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കപ്പെടും. ഫോട്ടോ എടുക്കുന്നത് പോലെയുള്ള ഒരു ഇൻസ്റ്റന്റ് ക്വിക്ക് ആക്ഷൻ അല്ല വീഡിയോ എടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ അത് വന്നു കഴിയുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കലിൽ നിന്ന് പൂർണ്ണമായിട്ടും ഞാൻ പുറത്തോട്ട് പോകുന്നു. ആൻഡ് ഐ ഹാവ് നോ പ്ലേസ് ടു ഷോ ഇറ്റ്. എനിക്ക് ടെലിവിഷനിലൊന്നും കാണിക്കാനൊന്നും ഒരു താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ പക്ഷെ അത് ചെയ്യാൻ കഴിയുന്നവർ അത് അത്യാവശ്യമായിട്ട് ചെയ്യണം എന്ന് വെച്ചാൽ, ഞാൻ പോയ ചില സ്ഥലങ്ങളൊക്കെ എനിക്ക് ഐ സ്റ്റിൽ റിഗ്രറ്റ്. അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തായിരുന്നെങ്കിൽ. പക്ഷെ എവിടെ കാണിക്കും എനിക്കറിയാം. ഇന്നത്തെ ഓഫ്കോഴ്സ് ഇന്നിപ്പം യൂട്യൂബിലൊക്കെ ഇടാം. കറക്റ്റ്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ യൂട്യൂബിൽ ഇടാൻ പറ്റും എന്നുള്ളത് വേറൊരു കാര്യം. അത് ആളുകൾക്ക് കാണാൻ പറ്റും. എനിക്ക് കിട്ടിയ ചില പ്രത്യേക അനുഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായതൊക്കെ ഇറ്റ് ഇസ് അതേഴ്സ് ഓൾസോ ക്യാൻ സീ. അതുണ്ട്, അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാം കഴിഞ്ഞോ? ഇല്ല സാർ, ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി വരും. താഴെ ആൾക്കാരുണ്ട്, അവർ ചോദ്യങ്ങൾ ചോദിക്കും കൂടെയുള്ള. ഇത് എഴുത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കുന്ന വിരോധമില്ലല്ലോ. എനിക്കൊരു വിരോധം. ഇംഗ്ലീഷ് നോവൽ 2019 ഞാനത് ആമുഖത്തിൽ പറയേണ്ടിയിരുന്നതാണ്, അത് വിട്ടുപോയി. കുഴപ്പമില്ല. താങ്കളുടെ ആദ്യത്തെ ഇംഗ്ലീഷ് നോവൽ വന്നു. എനിക്ക് നേരത്തെ ഡോക്ടർ എം രാജീവ്കുമാർ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. അതിൻ്റെ ഒരു ഭാഗം താങ്കളുടെ ശബ്ദത്തിലെ ഒരു ചാപ്റ്ററോ ആകാശവാണിയിലെ ശബ്ദലേഖനം ചെയ്തു വെച്ചിരുന്നു അത്ര ആദ്യകാലത്ത്, ശരിയാണോ? അല്ല, അത് ആ ഇംഗ്ലീഷ് നോവലിന്റെ ആദ്യ രൂപം എഴുതിയത് മലയാളത്തിലായിരുന്നു. മലയാള വേർഷനാണ് രാജീവ് അവിടെ ഉള്ളപ്പം ഞാൻ ഒരിക്കൽ ആകാശവാണി ചെന്നപ്പം അവിടെ വായിച്ചത്. ഭൂതതയെ പറ്റി ഒരു അധ്യായം അല്ലേ? അതെ, ഒരു പ്രബന്ധം എന്നായിരുന്നു. അപ്പൊ അത് പിന്നെ എനിക്കറിഞ്ഞൂടെ എന്ത് സംഭവിച്ചു. അതവിടെ അതൊക്കെ അവര് അടുത്ത റെക്കോർഡിങ്ങിന് വേണ്ടി അതൊക്കെ എറേസ് ചെയ്ത് പോയി കാണും. അത് രാജീവ് ഒരിക്കൽ, ഇപ്പോഴെനിക്ക് ഓർമ്മ വന്നു, അത് ശബ്ദശേഖരത്തിൽ വെച്ചിട്ടുണ്ട് എന്ന് രാജീവ് ഒരിക്കൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല മന്ത്രിച്ച. ചിലപ്പോൾ ഉണ്ടാവും. ഗവൺമെന്റിന്റെ കാര്യമായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങള് ഏഷ്യാനെറ്റ് ഞങ്ങളെല്ലാം കൂടി തുടങ്ങിയ ഒരു സ്ഥാപനത്തിൽ പോലും അല്ലല്ല സോറി, ഏഷ്യാനെറ്റിനല്ല അതിനകത്ത് കുറ്റം പറയണ്ട. സോറി. ഞാൻ PTA TV-യിലുള്ളപ്പോൾ ദൂരദർശന് വേണ്ടി ഒരു 20 കൊല്ലം മുമ്പോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഒരു 13 എപ്പിസോഡ് ഒരു കോമഡി പരമ്പര ഞാൻ സ്ക്രിപ്റ്റ് എഴുതി നെടുമുടി വേണു ഡയറക്റ്റ് ചെയ്ത് ഞങ്ങൾ അവതരിപ്പിച്ചു. കൈരളി വിലാസം ലോഡ്ജ് എന്നും പറഞ്ഞ് ഒരു 13 എപ്പിസോഡ്
ആ പരമ്പര. അപ്പൊ അതിനകത്ത് ഇന്ന് അറിയപ്പെടുന്ന ഏതാണ്ട് എല്ലാ ആക്ടേഴ്സും അതിനകത്ത് ഉണ്ടായിരുന്നു. വേണുവിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഏതാണ്ട് എല്ലാവരും അതിനകത്ത് വന്നു, വലിയ ഉം. വലിയ താരങ്ങൾ ഒഴികെ. ആ സാധനം ഇന്ന് അതിന്റെ അതൊക്കെ ദൂരദർശനിൽ നിന്ന് അവര് ഈ പരമ്പരയുടെ പ്രക്ഷേപണം കഴിഞ്ഞപ്പം അവര് അതെടുത്ത് വേറെ പ്രോഗ്രാംസ് റെക്കോർഡ് ചെയ്യാനായിട്ട് ആ കാസറ്റുകൾ ഉപയോഗിച്ചു. അത്ര ഞാൻ പറഞ്ഞത് ഇതിനൊന്നും യാതൊരു, ഇന്നിപ്പം വേണു മരിക്കുന്നതിന് മുമ്പ് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമുക്കത് എവിടുന്നെങ്കിലും ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട ആളുകളോട് വെച്ച് ആരെങ്കിലും എന്തെങ്കിലും കാരണവശാൽ റെക്കോർഡ് വെച്ചിട്ടുണ്ടാവുമോ എന്നുള്ള ആശയോടുകൂടി ഇതുവരെ ഞങ്ങൾക്ക് അതിന്റെ ഒരു ഭാഗ്യം സിദ്ധിച്ചിട്ടില്ല. പിന്നീട് അതൊന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് കാണാനേ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഡൽഹിയിലൊക്കെ ആ സമയത്ത് ഞാൻ ഡൽഹിയിലിരുന്ന് ഇത് ചെയ്യുന്നത്. കാണാനും അത് കണ്ടിട്ട് പോലുമില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. സാറ് ഉള്ള ആ ഡൽഹിയുള്ള സമയത്തല്ലേ ഈ BRP ഭാസ്കർ സാറ് കയറിൻ്റെ തിരക്കഥ എഴുതി ഈ ഹിന്ദിയിലത് പരമ്പരയായിട്ട് വന്നത്? ബാബു അല്ലല്ലോ, പിന്നീടാണല്ലോ. അതിനുശേഷമാണല്ലേ? ഞങ്ങൾ ഒന്നിച്ച് ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന സമയത്താണ് എനിക്ക് കൃത്യമായ കാലഘട്ടം ഇല്ല. ഞാൻ ഡൽഹിയിലുള്ളപ്പോഴാ MS സത്യു ചെയ്ത പരമ്പരയല്ലേ? അതെ, MS സത്തു ചെയ്ത പരമ്പര. ഇല്ല ആണ്. പക്ഷേ ബാബു ഒന്ന് ഡൽഹിയില്ല. പിന്നെ ഞാൻ ഡൽഹിയിലുള്ളപ്പോഴല്ല, എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒന്നിച്ച് ഏഷ്യാനെറ്റിലുള്ളപ്പോഴാണ് തോന്നുന്നു. എന്റെ ഒരു ഓർമ്മ ശരിയാണ്. BRP ഭാസ്കർ സാറുമായിട്ടുള്ള പിന്നെ പത്രവിശേഷം വളരെ ആ ഏഷ്യാനെറ്റിൻ്റെ ആരംഭകാലത്ത് ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് കണ്ട ഒരു മാധ്യമ വിമർശന പങ്ക്തിയായിരുന്നല്ലോ. ആയിരുന്നു അങ്ങനത്തെ. ഇപ്പൊ ഞാനൊരു വളരെ ലളിതമായ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ അങ്ങനെ ഒരു പങ്ക്തിക്ക് സാധ്യതയുണ്ടോ? പറ്റുമോ? പങ്ക്തിക്ക് സാധ്യതയില്ല. കാരണം അത്രമാത്രം മോശമായി കഴിഞ്ഞു മാധ്യമങ്ങളുടെ ഇത്. ഇനിയിപ്പം ഇന്നതേ പറയാവൂ, അതിലേക്ക് കടന്നാൽ അതൊരു എന്താ പറയേണ്ടത്, ഒരു ഒരു ചെടിക്കുഴിയിലേക്ക് കടക്കുന്നത് പോലെയാവും. അത് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇറ്റ്സ് ബിയോണ്ട് കൺട്രോൾ. മാധ്യമങ്ങളിലെല്ലാം ഇറ്റ്സ് ഓൾ ഗോൺ ടു ഒരു തരത്തിലും യാതൊരു വക യാഡ് സ്റ്റിക്കുകളും അപ്ലൈ ചെയ്യാൻ വയ്യാത്ത രീതിയിൽ മാധ്യമങ്ങളുടെ ശൈലികളും നയങ്ങളും സമീപനങ്ങളും എല്ലാം പോയി കഴിഞ്ഞു. ഇനി അത് പിടികിട്ടത്തില്ല. ഇനി അങ്ങനത്തെ ഒരു പ്രശ്നത്തിനൊന്നും സ്കോപ്പുമില്ല. ഇറ്റ്സ് ബിയോണ്ട് എവറിഥിങ്. ആരോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ഇടയ്ക്ക് ജയശങ്കർ മുമ്പ് ചെയ്തിരുന്നു കുറച്ചു കാലം. പക്ഷെ ജയശങ്കർ അത് നിർത്തിയും തോന്നുന്നു. പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ ആരാ. ഇതിപ്പോ ആരും ചെയ്യുന്നില്ല. ആ ഈ ഇടയ്ക്ക് പിന്നെ ഇങ്ങനെ മറ്റേ CPM-ന്റെ ഉണ്ടായിരുന്ന കൊച്ചിയിലുള്ള എബ്രാഹാം ഒരു ലോയർ ഉണ്ട്. അല്ല, സെബാസ്റ്റ്യൻ പോളിന്റെ പങ്ക്തി ഇല്ലല്ലോ, നിർത്തിയല്ലോ എല്ലാം. അതെ, സെബാസ്റ്റ്യൻ പോളിന്റെ അതും നിർത്തി. ജയശങ്കർ ചെയ്തിരുന്നു, അയാൾ നിർത്തി. ഇനിയിപ്പം ആരുമില്ല. ഇനി അത് സാധ്യമല്ല. ചെയ്തിട്ട് വലിയ കാര്യമില്ല. കാരണം പ്രിന്റ് മീഡിയ ഈസ് നോ മോർ. അതിന്റെ വാലിഡിറ്റി മെല്ലെ അങ്ങ് പൊഴിഞ്ഞു പൊക്കോണ്ടിരിക്കുകയാണ്. സാർ, പ്രിന്റ് മീഡിയയുടെ മാത്രമാണോ ടെലിവിഷൻ മീഡിയയുടെ അവസ്ഥ എന്താണ്? ടെലിവിഷൻ അത് നമ്മളിവിടെ ചർച്ച ചെയ്യണോ? ഞാൻ എന്റെ സുഹൃത്തുക്കളെയൊക്കെ വിഷമിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. വായടച്ചു പിടിക്കുക എന്നുള്ളതാണ് ടെലിവിഷൻ മീഡിയയുടെ കാര്യത്തിൽ എനിക്ക് ചെയ്യാവുന്നത്. അല്ല, രണ്ടിനും ഭാവിയില്ല എന്ന് പൊതുവായി പറയുന്നുണ്ടല്ലോ. ഇല്ല, ടെലിവിഷൻ മീഡിയക്ക് ഭാവി കാണും. ഭാവി എന്തെങ്കിലും കാണും. പക്ഷെ അത് ടെലിവിഷൻ മീഡിയ അവസാനം കൊണ്ട് വിജയന്റെ ഒരു കഥയുണ്ടായിരുന്നല്ലോ, എന്താ പിന്നെ അരിമ്പാറ എന്ന് പറഞ്ഞ, അരിമ്പാറ വളർന്ന് മനുഷ്യൻ അരിമ്പാറമേടെ ഒരു അറ്റാച്ച്മെന്റ് ആയി തീരുന്ന പോലെ സോഷ്യൽ മീഡിയ വളർന്നു ടെലിവിഷനൊക്കെ അതിന്റെ ഒരു അറ്റാച്ച്മെന്റ് ആയി തീരുമെന്ന് എനിക്ക് തോന്നുന്നത്. പോസിബിലിറ്റി ഞാൻ കാണുന്നത്. ടെലിവിഷൻ ഇപ്പോഴും കട്ടിച്ച് പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇതിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് ഇപ്പൊ പറയേണ്ട കാര്യമില്ല, പറയുന്നില്ല. അത് ഒരു പ്രിക്കേറിയസ് ലൈഫാണ് അതിന്റെ. സാർ, അത് കുറച്ചുകൂടെ ഒന്ന് മൈക്ക് എടുത്തു വെക്കും, ഇടയ്ക്ക് ബ്രേക്ക്. ഞാൻ പറഞ്ഞത് ഓക്കെ, ഞാൻ കുറച്ച് അപ്പുറത്തോട്ട് മാറ്റി വെച്ചു. സോറി. ടെലിവിഷന്റെ ജീവിതം വളരെ ഒരു കയ്യാൽപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുന്ന ഒരു ജീവിതമാണെന്ന് ഞാൻ പറയാം. അതുകൊണ്ട് അത് എന്തിനാണത് പ്രവർത്തിക്കുന്നത് പോലും അതിന് തന്നെ അറിയാമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന്റെ കാര്യം. അല്ലെ, സോഷ്യൽ മീഡിയ സ്ട്രീമിംഗ് ഇല്ലെങ്കിൽ ടെലിവിഷൻ ചാനൽ നിൽക്കുമോ? അവരും
സോഷ്യൽ മീഡിയയിലൂടെ ടെലിവിഷൻ കാണുന്നവരുടെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ എണ്ണം കൂടി വരികയല്ലേ ഇപ്പം? സോഷ്യൽ മീഡിയയിലൂടെ ടെലിവിഷൻ കാണുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ ടെലിവിഷൻ ന്യൂസ് തീർച്ചയായിട്ടും തുടരും. എനിക്ക് തോന്നുന്നത് അമേരിക്കക്കാർ ചെയ്തിരിക്കുന്ന പോലെയുള്ള ടെലിവിഷൻ ആയിരിക്കാം കൂടുതൽ. ഇവിടെ ഒരു ന്യൂസ് കാസ്റ്റിംഗ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് അത് ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ആ ന്യൂസ് കാസ്റ്റിംഗ് ആണ്. 7 o'clock ന്യൂസ് അല്ലെ 9 o'clock ന്യൂസ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നമുക്ക് ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ ഉണ്ടല്ലോ. ബാക്കിയുള്ളത് മുഴുവനും നെറ്റ്ഫ്ലിക്സ് ഒക്കെ അടക്കമുള്ളവരുടെ പരമ്പരകളുടെ ഒരു വലിയൊരു പ്രവാഹമാണ് അവിടെ നടക്കുന്നത്. അതെല്ലാം വളരെ ഫേമസുമാണ്. അപ്പം ആ രീതിയിൽ ബിഗ് ടൈം ടെലിവിഷൻ നിലനിൽക്കും എന്ന് വേണം കരുതാൻ. എന്റർടൈൻമെന്റ് ആളുകൾക്ക് ആവശ്യമുണ്ട്. അപ്പൊ തിയേറ്ററിൽ പോയുള്ള എന്റർടൈൻമെന്റ് ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറയുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് എത്രമാത്രം അത് പിടിച്ചു നിൽക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് നമുക്ക് എനിക്ക് അത് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ ഇന്നെവിറ്റബിളി ഈ രീതിയിലുള്ള ഒരു എനിക്ക് തോന്നുന്നു, ഞാൻ മലയാളം ടെലിവിഷനെ പറ്റി പറയാനേ എനിക്ക് അല്പമെങ്കിലും കഴിയുള്ളൂ. ഇപ്പം മലയാളം ടെലിവിഷൻ പോകുന്ന രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്രമേണ അതിനോടൊരു അവിശ്വാസം വർദ്ധിക്കാനുള്ള വഴിയുണ്ട്. വിശ്വാസം വർദ്ധിക്കാനും അതിനെ സീരിയസ് ആയി എടുക്കാതിരിക്കാനും ഒക്കെയുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതിന്റെ ഫലം എന്തായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം വിശ്വാസത്തെ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം കൂടെ ഉണ്ട്. ന്യൂസ് ഹാർഡ് ന്യൂസ് അല്ലാതെ ന്യൂസ് എന്റർടൈൻമെന്റ്, ന്യൂസ്റ്റൈൻമെന്റ് എന്നുള്ള വാക്ക് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പം. അതെ, അത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാവുന്നതാണ്. ന്യൂസ് എന്റർടൈൻമെന്റ് പിന്നെ പാപ്പാനെ കുത്തിക്കൊല്ലുന്നതൊക്കെ ന്യൂസ് എന്റർടൈൻമെന്റ് ആണ്. അത് വേറെ കാണിച്ചോളൂ ഇവരെ. അല്ലെങ്കിൽ തെരുവ് നായ കടിച്ചു എന്നൊക്കെ പറഞ്ഞ ഇതെല്ലാം സോറി, ഇതുപോലെ ക്രൂരമായ ജോക്ക് ഞാൻ പറയാൻ പാടില്ല. അതൊക്കെ അത് വേറെ കാണിച്ചോളും. ഹാർഡ് കോർ ന്യൂസ് എന്ന് പറയുന്ന സാധനം ഇല്ല എന്നുള്ളതാണ് നിർഭാഗ്യവശാലുള്ളത്. ന്യൂസിന്റെ വിവിധ വശങ്ങളിൽ നിന്നുള്ള ചില കാര്യങ്ങളേ ഉള്ളൂ അവിടെ. അതെന്താണെന്ന്, അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ന്യൂസ് എന്താണെന്ന്, ഇന്നാരും മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അത് 100% ന്യൂസാണ്, ഉറപ്പായിരിക്കും. വയ്യല്ലാതെ അതുപോലെ ശരിയല്ല പലപ്പോഴും. എങ്കിലും അതിനപ്പുറത്തോട്ട് ഐ ആം നോട്ട് ഷുവർ. സാറിന്റെ ഈ ഇംഗ്ലീഷ് നോവൽ എന്തോ ശ്രീകുമാർ സാറിന് ഒരു ചോദ്യം കൂടി ഉണ്ട്. വരട്ടെ, 8 മണിയായി. സാർ ഒരു 15 മിനിറ്റും കൂടെ ഇരിക്കാൻ പറ്റുമോ സാറിന്? 15 മിനിറ്റ് എന്നെ ഒരു 8:10 ആകുമ്പോഴത്തേക്ക് റിലീസ് ചെയ്താൽ വേണ്ടി. ശരി. ഓക്കെ. താഴെ നമ്മുടെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, ജോയിൻ ചെയ്യണം. ചോദ്യങ്ങളൊന്നും വരുന്നില്ല, ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. വരുന്നു. ചിലർ ഇന്നോട്ട് മുകളിലേക്ക് എത്താനുള്ള ഒരു കാലതാമസം വരുന്നുണ്ട്. ഷാജി ഒക്കെ വരുന്നു. കുറേ പേര് അനുവാദം ചോദിച്ചിട്ടുണ്ട്, നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എത്തുന്നില്ലല്ലോ ആരും മുകളിൽ. എനിക്ക് ഒരു ചോദ്യം ഉള്ളത്, ഈ നമ്മളിപ്പോ 3 men in a boat അതുപോലെ ഇംഗ്ലീഷിൽ ഒരുപാട് ഈ സാങ്കല്പികമായിട്ടുള്ള ഫിക്ഷണൽ ഒരു ട്രാവൽ അക്കൗണ്ട്സ് രസകരമായിട്ടുള്ളത്, ഇപ്പൊ ആൽക്കമിസ്റ്റ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം മലയാളത്തിൽ കൂടുതലും യഥാർത്ഥ യാത്രാ വിവരണങ്ങൾ എന്നുള്ള രീതിയിൽ അല്ലാതെ നമ്മൾ അതിനെ ഒരു ഫിക്ഷണലൈസ് ചെയ്തിട്ടൊരു അല്ലെങ്കിൽ സെമി ഓട്ടോബയോഗ്രഫിക്കലായിട്ട് അങ്ങനെ ഒരു ഇതുണ്ടോ നമ്മുടെ മലയാളത്തിൽ? അത്രയും എൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാൻ കുറെയൊക്കെ ഇംഗ്ലീഷ് കൂടുതൽ വായിച്ചിട്ടുള്ളതുകൊണ്ടാവാം. അതിനെപ്പറ്റി ഒന്ന് പറയാം. മലയാളത്തിൽ അങ്ങനെ ഉണ്ടായി. ഇപ്പം ഏറ്റവും പേര് കേട്ടത് ഗള്ളിവേഴ്സ് ട്രാവൽസ് തന്നെയാണ്, സ്വിഫ്റ്റിന്റെ. അവിടെ തൊട്ട് തുടങ്ങുന്നു യാത്ര, ഫിക്ഷണലൈസ്ഡ് യാത്ര. പിന്നെ മറ്റേ കപ്പൽച്ഛേദം വന്ന് പിന്നെ കിടന്ന കപ്പൽക്കാരന്റെ കഥ. അതിനൊക്കെ മുമ്പില് ഫിക്ഷണൽ യാത്രകളുടെ മാസ്റ്റേഴ്സ് ആയിരുന്നു 1001 നൈറ്റിലെ ചില സെക്ഷൻസ്. സിൻബാദ് സെയിലർ ലോകത്തിലെ ആദ്യത്തെ ഫിക്ഷണൽ യാത്രയുടെ ആള്. അതിനു മുമ്പിൽ ഗ്രീസിൽ നിന്ന് നമുക്ക് യുളീസസും കൂട്ടരുമുണ്ട്. യുളീസസിന്റെ യാത്രയാണ് വേറൊരു പക്ഷെ എനിക്ക് തോന്നുന്നു അതല്ലേ ലോകത്തിലെ ഏറ്റവും ഫസ്റ്റ് ഫിക്ഷൻ ജേർണി എന്ന് എനിക്ക് സംശയമുണ്ട്. യുളീസസിന്റെ ഒഡീസി എന്ന പേരിൽ ഉണ്ടായ പുസ്തകം, ഹോമറിന്റെ ഒഡീസി ഒരു യാത്രാ പുസ്തകമാണ്. അതിന്റെ അകത്ത് വേറെ പല കാര്യങ്ങളും കുടുംബചിത്രങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഫൈനലി അപ്പം അവിടെ തൊട്ട് തുടങ്ങി
കേരളത്തിൽ അങ്ങനത്തെ ഒരു പുസ്തകം ഉണ്ടായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ബംഗാളിയില് യാത്രിക് എന്നും പറഞ്ഞ അതിമനോഹരമായ ഹിമാലയത്തിലേക്ക് യാത്ര പോകുന്ന ഒരു ചിന്തകന്റെയോ ഒരു എഴുത്തുകാരനോ ഇപ്പൊ ഞാൻ 19 വർഷം മുമ്പ് വായിച്ചതാണ്. യാത്രിക് എന്നും പറഞ്ഞ എഴുത്തുകാരന്റെ പേരും മറന്നുപോയി. പ്രശസ്തനായ എഴുത്തുകാരനാണ്. വിഭൂതി ഭൂഷണാണോ അതങ്ങനെ ആരോ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ മറന്നുപോയി. ഉണ്ട്, മലയാളത്തിലില്ല. സിനിമയായിട്ടും തോന്നുന്നു അല്ലെ? സിനിമയായിട്ട് ഫിക്ഷൻ ഇല്ല, മലയാളത്തിലില്ല. അല്ല, യാത്രാ സിനിമകളുണ്ട്. ഈ പിന്നെ മമ്മൂട്ടിയുടെ പേര് കേട്ട ഈ ലിജോ എടുത്ത ഒരു പടം ഉണ്ടല്ലോ, ഒരു പരിധി വരെ അത് യാത്രയാണ്. വേറെ മമ്മൂട്ടിയും ഒരു പെൺകുട്ടിയും കൂടെ എവിടുന്നോ യാത്ര ചെയ്ത് കേരളത്തിലോട്ട് വരുന്ന അങ്ങനത്തെ പിന്നെ ഓൺ ദ റോഡ്സ് ഫിലിംസ് എന്നാണ് അതിന് പറയുന്നത്. ഹോളിവുഡിൽ നിന്ന് ധാരാളം റോഡ് ഫിലിംസ് വന്നിട്ടുണ്ട്. ഇവിടെ ഹോളിവുഡ് സാക്ഷാൽ അമേരിക്കയിലെ ഹോളിവുഡിൽ നിന്ന്. ഇവിടെ എനിക്ക് ഇങ്ങനെ ചിലത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഇത്, പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലെ ഓൺ ദ റോഡ് ഫിലിംസ് ചിലത് വന്നിട്ടുണ്ട്, കുറെയെങ്കിലും. പലതും വിജയിക്കുകയും ചെയ്തു എന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ശ്രീ കെ എൻ ഷാജി എത്തിയിട്ടുണ്ട്. ഷാജി. ഷാജി നമസ്കാരം. ഞാൻ സക്കറിയുടെ സംഭാഷണം ഇങ്ങനെ രസകരമായ സംഭാഷണം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ വെച്ച് ഈ 2010 ഹരിദ്വാറില് കുംഭമേളയ്ക്ക് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ ഇപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ഈ ജനസമുദ്രത്തിന്റെ ഇടയ്ക്ക് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടാവണം. അതെ, നമ്മൾ മീറ്റ് ചെയ്തില്ല. ഐ ന്യൂ യു വർ ദേർ. ഷാജി അവിടെ ഉണ്ടെന്ന്, പക്ഷെ ആ ജനസമുദ്രത്തിൽ മീറ്റ് ചെയ്തിട്ടില്ല. മീറ്റ് ചെയ്തില്ല, അല്ലെ വളരെ പെട്ടെന്നേ കണ്ടിട്ടുണ്ടാവാൻ വഴിയുള്ളൂ. ആർക്കും ആ പുസ്തകം സംവിധാനം നമ്മുടെ സ്നേഹിതനാണല്ലോ, നമ്മൾ രണ്ടുപേരും ഹോസ്റ്റ് ചെയ്ത അദ്ദേഹം തന്നെയാണ്. പിന്നെ ആ പുസ്തകം ഞാൻ രസിച്ചു വായിച്ചതാണ്. പിന്നെ ഈ നേരത്തെ പറഞ്ഞത് ഇപ്പൊ ഞാനൊരു പെട്ടെന്നൊരു ഓർമ്മ വന്നപ്പോ പറയാം, യാത്രയ്ക്ക് എഴുതിയത് പ്രബോധ് കുമാർ സന്യാലാണ് കേട്ടോ. അത് മനോഹരമായ, അതിനകത്ത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടും കൂടി യാത്ര ചെയ്യുന്നുണ്ടല്ലോ അവരുടെ. അത് അതിമനോഹരമായ ഒരു പുസ്തകമാണ്, അതിമനോഹരമായ പുസ്തകം. അത് പോട്ടെ, ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിച്ചത്. അതിപ്പോ പെട്ടെന്ന് അത് ഓർക്കാത്തതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നുള്ളൂ, പേര് മറന്നു പോയതുകൊണ്ട്. ഇത് ആഫ്രിക്കൻ യാത്ര, അത് അതിമനോഹരമായ ഒരു പുസ്തകമാണ്. അത് നമ്മൾ ഈ ബാലിദ്വീപൊക്കെ വായിച്ചിട്ടാണല്ലോ, അതായത് 10ാം ക്ലാസ്സിൽ ബാലിദ്വീപ് പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഈ യാത്രാവിവരണം വായിക്കുക അതിലേക്ക് വരുന്നത് തന്നെ. പിന്നെ ഹിമാലയത്തിലേക്ക് നമ്മൾ പ്രചോദിപ്പിച്ച് തീർച്ചയായിട്ടും നമ്മുടെ രാജൻ കാക്കനാടനാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ തവണ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത്. അതുപോലെ ഈ അങ്ങയുടെ ആഫ്രിക്കൻ യാത്ര ഞാൻ അമ്മനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇന്ത്യ ടോട്ടലിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ, പുസ്തകം റിവ്യൂ ചെയ്തിട്ടുണ്ട് ആ കാലത്ത്, ഇറങ്ങിയ കാലത്ത്. അപ്പൊ ആ പുസ്തകം ഞാൻ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ ഓർത്തിരിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞത്, അത് ചിലതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അന്നത്തെ മാനസികാവസ്ഥ പിന്നീട് നമ്മൾ എഴുതാനിരിക്കുമ്പോ അത് ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ അതെന്നെ അത്ഭുതപ്പെടുത്തി. കാരണം അത്രത്തോളം ഇത് ഓർത്തെഴുതാന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇത് യാത്ര. ഈ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഫോട്ടോ എടുക്കുന്ന പോലെ അല്ല ഈ വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുത്താൽ നമുക്കിത് ഒന്നും കാണാൻ പറ്റില്ല, നമ്മളൊന്നും കാണുന്നില്ല, ഒന്നും കാണാൻ പറ്റില്ല. യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ മുഴുകി അങ്ങോട്ട് പോയാൽ മാത്രമേ യാത്ര എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതാ നമ്മുടെ പോക്കറ്റിൽ ഒരു പേനയും പോക്കറ്റിൽ ഒതുങ്ങുന്ന ഒരു കുറിപ്പ് പുസ്തകവും നമ്മുടെ ഉണ്ടായിരിക്കണം. അപ്പൊ അത് പലപ്പോഴും നമ്മള് വളരെ പ്രത്യേകമായ എന്തെങ്കിലും കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പേജയിലോട്ട് നോക്കാതെ തന്നെ നമ്മൾ വാക്കുകൾ, അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വാക്കുകളെങ്കിലും കുറിച്ചിടേണ്ടി വരും. തീർച്ചയായിട്ടും. കാരണം ആ വാക്ക് പിന്നീട് നമ്മൾ എത്ര ആലോചിച്ചാലും കിട്ടിയെന്ന് വരില്ല. കിട്ടില്ല. അങ്ങനെ നമുക്ക് അങ്ങനെയുള്ളതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫോട്ടോഗ്രാഫിനെ നമുക്കൊരു റെഫറൻസ് പോയിന്റ് ആയിട്ട് നമുക്ക് ഫോട്ടോസിനെ ഉപയോഗിക്കാം. അത് നമ്മൾ റിവൈൻഡ് ചെയ്യും, ആ ഓർമ്മയിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുപോകും. അങ്ങനെ റിമാർക്കബിൾ തിങ്. അത് ഈ 5 മാസം കൊണ്ട് അത് അത്രയും, പലപ്പോഴും നമ്മൾ അന്നേരം ആ ബസ്സിലോ എവിടെയാണെങ്കിലും ഇരുന്ന് അന്നേരം കുറിച്ച് വെക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് വൈകുന്നേരം വന്ന് സമഗ്രമായിട്ട് ഇതെല്ലാം എഴുതി വെക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഒരാഴ്ചത്തെ യാത്ര പോലും മുഴുവനും
ഓരോ ദിവസത്തെ കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റത്തേ ഇല്ല. എനിക്ക് പറ്റില്ല. പ്രയാസമായിരിക്കും. മറ്റ് പറ്റുന്നവരുണ്ടാവും. വളരെ പ്രയാസമാണ്. അതാണ്. എനിക്ക് ഒരു സംശയം തോന്നിയത് പറയട്ടെ. ആ. ഈ യാത്രാഭരണം ഇനി നിലനിൽക്കില്ലേ? അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചല്ലോ. എനിക്ക് സംശയമാണ്. കാരണം ഇറ്റ് ഹാസ് ടു ബി അതിനൊരു ഇപ്പൊ ഞാൻ രക്ഷപ്പെട്ട് നിൽക്കും തടി തപ്പുക എന്നൊക്കെ പറയുന്നത് എനിക്കൊരു ലിറ്റററി റെപ്യൂട്ടേഷൻ ഉള്ളതുകൊണ്ടാണ്. കഥ എഴുത്തുകാരൻ എന്നൊക്കെയുള്ള ഒരു റെപ്യൂട്ടേഷൻ ഉള്ളത് കൊണ്ട് സാഹിത്യ താല്പര്യരെങ്കിലും വായിക്കും. അതല്ലെങ്കിൽ പിന്നെ ഒരു സാഹിത്യ താല്പര്യനല്ലാത്ത ഒരാളെ എന്റെ യാത്രാവിവരണം വാങ്ങിച്ച് വായിക്കാൻ ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. അതേസമയം ഈ പുസ്തകങ്ങളുടെ വിൽപ്പന കാണുമ്പോൾ ഐ ആം റിയലി സർപ്രൈസ്ഡ്. ഈ ആഫ്രിക്കൻ യാത്ര പോലുള്ള ഒരു തടിയെ 10-600 രൂപയുള്ള പുസ്തകത്തിന്റെ ഒക്കെ വിൽപ്പന ഈസ് എ വെരി 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 പ്രോമിസിങ് തിങ്. പക്ഷെ അത് എന്താണോ എനിക്ക് സോ ഇറ്റ് മൈറ്റ് ഓർ മൈറ്റ് നോട്ട് കണ്ടിന്യൂ. യു ഹാവ് ടു യാത്രാവിവരണമേ അതിനെ ഞാൻ ഈ പൊറ്റക്കാടിൽ നിന്ന് പഠിച്ച കലയാണ്. ആ കലയായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ അതിനു വേണ്ടി കച്ചകെട്ടി നമ്മൾ എഴുതാനിരിക്കണം. You have to create a യാത്രാവിവരണം that is like a literary work. അത് നേരത്തെ സൂചിപ്പിച്ചല്ലോ നമ്മുടെ മാർക്യൂസിന്റെ കപ്പൽ ഛേദം വന്ന നാവികന്റെ കഥ എന്ന് പറഞ്ഞ പുസ്തകം. അത് എന്ത് മനോഹരമായ ഇതാണ് അത്. അത് ലിറ്റററി വർക്കിനോട് കിടപിടിക്കുന്നതല്ലേ? സംശയിക്കാൻ വല്ലതും ലിറ്റററി വർക്കിനോട് കിടപിടിക്കാന്നല്ല. അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞ അത്തരം വർക്കുകൾ അല്ല ഈ തല്ലിപ്പൊളി യാത്രാവിവരണങ്ങൾ സർവൈവ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത്തരം ഈ മഹത്തായ കൃതികൾ തീർച്ചയായിട്ടും സർവൈവ് ചെയ്യുന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്. അതെ. ഇപ്പൊ ആദ്യം പറഞ്ഞ ശ്രീകുമാർ പറഞ്ഞ ആൽഡോസ് ഹക്സ്ലിയുടെ തന്നെ ഐലിസ് ഇൻ ഗാസ എന്നും പറഞ്ഞ് അത് യാത്രാവിവരണമല്ല, നോവലാണ്. പക്ഷെ ബേസ്ഡ് ഓൺ ഹക്സ്ലിയുടെ ഗാസയിലൂടെയുള്ള യാത്രകളിൽ നിന്ന് പുള്ളി ഒരു നോവലാണ് ഐലിസ് ഇൻ ഗാസ. അപ്പൊ അന്നത്തെ ഗാസയെ, അതായത് 70 കൊല്ലം മുമ്പിലത്തെ ഗാസയുടെ കഥയാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് എക്സ്ട്രാ ഓർഡിനറി വർക്കുകളാണ്. ഹെൻറി മില്ലറുടെ കൊളോസസ് ഓഫ് മറൂസി എന്നും പറഞ്ഞൊരു അദ്ദേഹം സ്ഥിരം ഗ്രീക്ക് ഐലൻഡുകളിലേക്ക് പോകുമായിരുന്നു. അപ്പൊ അത്ഭുതകരമായിട്ടുള്ള യാത്രകളാണ്. ഈവൻ നമ്മുടെ കസാൻസാക്കിസിന്റെ തന്നെ പിന്നെ വലിയ പേര് കേട്ട സോർബാദ ഗ്രീക്കിലെ അതിനകത്ത് ഈ കപ്പൽ യാത്രയുടെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ യഥാർത്ഥത്തിൽ നിന്ന് ഫിക്ഷൻ ആക്കി എടുത്ത യഥാർത്ഥ യാത്രകളൊക്കെയാണ് അതിനകത്തേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് ദെയർ. അപ്പോ ലിറ്റററി വാല്യൂ ഉള്ള സാധനങ്ങൾ എഴുതിയാൽ തീർച്ചയായിട്ടും ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും മനോഹരങ്ങളായ ഇവിടെ ഇനി സമയം പോയി കേട്ടോ. ഞാൻ പറയാം ഈ ആഫ്രിക്കയിൽ പഴയ ആഫ്രിക്കയില് ടേൺ ഓഫ് ദ സെഞ്ചുറിയില് ആഫ്രിക്കയിലെ യാത്രകൾ സിംഗിൾ എഞ്ചിൻ 2 പാസഞ്ചർ വിമാനങ്ങളിലായിരുന്നു. അപ്പൊ അതിലെ ഏറ്റവും വലിയൊരു ഫ്ലയർ ആയിരുന്നു ലിറ്റിൽ പ്രിൻസ് എഴുതിയ എക്സ്യൂബറി ആ രീതിയിൽ ആഫ്രിക്കയ്ക്ക് മുകളിലൂടെ മെയിലുമായിട്ട് പറന്നിരുന്ന വൈമാനികന ഒറ്റ ആളിന് ഇരിക്കാവുന്ന വിമാനത്തിൽ സിംഗിൾ എഞ്ചിൻ വിമാനത്തിൽ പറഞ്ഞ അവസാനം അദ്ദേഹം അപ്രത്യക്ഷനാകുകയാണല്ലോ ചെയ്തത്. സൈനിക അതിന്റെ ഫ്രഞ്ച് പ്രൊനൗൺസിയേഷൻ അറിയാൻ മേല. പക്ഷെ അതല്ലാതെ 2 സ്ത്രീകളുണ്ട് അന്നത്തെ വൈമാനികര്. അവരും ഇതേപോലെ അവരുടെ യാത്രാവിവരണങ്ങൾ ഈ ഒറ്റയ്ക്കുള്ള വിമാന ആഫ്രിക്കൻ കോണ്ടിനെന്റ് ക്രോസ് ചെയ്യുന്നതിന്റെ ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും അതിസുന്ദരങ്ങളായ യാത്രാവിവരണങ്ങളാണ്. ഇതുപോലെ ഇതൊരു കലയായിട്ട് ഒരു ആർട്ടായിട്ട് നിപ്പുണ്ട്. ഇംഗ്ലീഷിൽ അത് വീണ്ടും ഭയങ്കരമായിട്ട് ശക്തി ആർജിച്ചു വരുന്നുണ്ട് കേട്ടോ. പിന്നെ പോൾ തെറോയെ പോലെയൊക്കെയുള്ള ആളുകളൊക്കെ ബെസ്റ്റ് സെല്ലേഴ്സ് ആണ്. തീർച്ചയായിട്ടും. എനിവേ, സാഹിത്യ വാരഫലം കൃഷ്ണൻ നായരിന് ശേഷം ഇത്തരം ഒരു നിരൂപണമൊക്കെ നടത്താനായിട്ട് ആർക്കും സാധിക്കാത്തതുകൊണ്ട് നമ്മൾ മറ്റു ഭാഷകളിൽ ഇംഗ്ലീഷ് ഉൾപ്പെടെ ഉള്ള ഇതേപോലുള്ള ട്രാവൽ റൈറ്റിങ്ങിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ വായനക്കാരുണ്ടാവും തോന്നുന്നു. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. അതെ, അത് പബ്ലിഷ് ചെയ്യാൻ ആളുണ്ടാവില്ല. സോഷ്യൽ മീഡിയ ചെയ്യാൻ പറ്റും. ഇന്നത്തെ അച്ചടി മാധ്യമങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ, അതുകൊണ്ടാണ് സാഹിത്യ നിരൂപണം തന്നെ പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞു. അല്ല, അനുബന്ധമായ ഒരു കാര്യം ഇപ്പോൾ ഓർമ്മ വന്നു. എനിക്കൊന്ന് ഈ മാസം മുതൽ മലയാളത്തിലെ 2 ലീഡിങ് യാത്രാ പ്രസിദ്ധീകരണങ്ങളിൽ ഒന്ന് പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചു എന്നൊരു വാർത്തയുണ്ട്. ട്രാജഡിയാണ് അത്. രണ്ടും നല്ലതായിരുന്നു. അതിന്റെ അർത്ഥം പക്ഷേ അതിന് പറ്റിയത് 2 തരത്തിൽ പറയാം.
ഒന്ന് അതിന്റെ വലിയ രണ്ടെണ്ണത്തിന്റെ വില വലിയ വിലയായിരുന്നു. പക്ഷെ ആ വലിയ വില ഇടാതിരിക്കാൻ പറ്റില്ല. കാരണം ആർട്ട് പേപ്പറിൽ ഒന്നാം തരം ചിത്രങ്ങളുമായിട്ടാണ് അടിച്ചു വന്നിരുന്നത്. അപ്പം വില തന്നെ ഒരു പ്രതിബന്ധമായി കാണും. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പ്രതിഭാസം, എന്തിന് അത് മേടിക്കണം? നമ്മള് ഒരു ടിക്കറ്റ് മേടിച്ചങ്ങ് പോയാ പോരെ എന്നുള്ളതാണ് അതിന്റെ ഇഷ്യൂ. പിന്നെ ഇതും കൂടെ പറഞ്ഞു നിർത്താം. യാത്രയുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ്? യാത്ര ഈസ് വെരി എക്സ്പെൻസീവ്. വളരെ വളരെ ചെലവേറിയ ഒരു സംഭവമാണ് യാത്ര. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെടാത്തത്. കാരണം അല്ലെങ്കിൽ പലർക്കും യാത്ര പോലെ ഒരു നിസ്സാരമായ സംഭവം എന്ന് അവർ കരുതുന്നതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ എന്തിന് 2-3 ലക്ഷം രൂപ ചെലവഴിക്കണം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. ഇഷ്ടം പോലെ പൈസ ബാങ്കിൽ കിടപ്പുണ്ടാവും, പക്ഷേ ഒരു ചെറിയ ടിക്കറ്റിന് പൈസ ചെലവഴിക്കുകയല്ല എന്ന് അങ്ങനെയുള്ളവരും ഉണ്ട്. അത് അവരുടെ ഇഷ്ടം. യാത്ര ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് എന്റെ ജനാധിപത്യ സ്വാതന്ത്ര്യമാണ്. യാത്ര ചെയ്യുക എന്ന് പറയുന്നത് എന്റെ ജനാധിപത്യ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് രണ്ടും ശരിയാണ്. അത് പക്ഷേ സർ, ഒരു അഭിപ്രായം അതിൽ പറയാനുണ്ട്. ഇപ്പോ സാറ് പറഞ്ഞല്ലോ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ യാത്രകള്. ഇപ്പൊ ഞാന് ഒരുപാട് യാത്ര ചെയ്തിട്ടില്ലാത്ത ആളാണ്. പക്ഷെ അദ്ദേഹം പോകുന്ന ഓരോ നാട്ടിലേക്കും ഞാൻ പോയ ഒരു പ്രതീതിയുണ്ട്. മാത്രമല്ല അവിടുത്തെ ഹിസ്റ്ററി, അവിടുത്തെ ജോഗ്രഫി, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം നമുക്ക് പകർന്നു തരുന്ന അനുഭവമാണത്. അപ്പോ പുസ്തകങ്ങൾ വായിച്ചും വീഡിയോ കണ്ടും നമ്മൾ ആ പ്രദേശങ്ങൾ കണ്ട ഒരു പ്രതീതി ഉണ്ടാക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് വാസ്തവത്തില്. എണ്ണത്തിൽ വീഡിയോ ആണ് കൂടുതൽ സൗകര്യം. സന്തോഷ് ജോർജിന്റെ കൂടെ ഞാൻ നേപ്പാളിൽ പോയിട്ടുണ്ട്. അദ്ദേഹം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ഓരോ സ്ഥലത്തെക്കുറിച്ചും ആൾക്കാരെ കുറിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഒരേ സമയത്ത്. അത് കഴിഞ്ഞ് പുള്ളി സ്റ്റുഡിയോ റീ റെക്കോർഡ് ചെയ്യും എല്ലാം. എന്നാൽ പോലും പക്ഷെ അന്നേരം പറയുന്നതിന്റെ ബേസിസിലാണ് നമ്മുടെ സ്റ്റുഡിയോയിലെ വോയിസ് ഓവർ ഉണ്ടാക്കുന്നത്. കാരണം ഇപ്പൊ നമ്മൾ ഈ ഷാജിയുടെ ഈ കുറിപ്പ് എഴുതുന്ന പോലെയാ. അവിടെ അന്നേരം അത് പറഞ്ഞു വെച്ചില്ലെങ്കിൽ പിന്നെ അത് ഒരിക്കലും കിട്ടത്തുമില്ല. അപ്പൊ തന്നെ സംസാരിച്ച് വെക്കുക എന്നുള്ള അതിൽ നിന്ന് ബേസ് ചെയ്ത് റെക്കോർഡ് സന്തോഷമൊക്കെ ചെയ്യുന്ന വലിയ സന്തോഷിന്റെ അത് ഇപ്പോഴും ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ ടെലിവിഷൻ വൻതോതിൽ ആൾക്കാർ അത് കാണുന്നുണ്ട്. വെരി ഗുഡ്. അത് വീഡിയോസ് ആയിട്ട് പിന്നീട് വിൽപ്പനയ്ക്കും വെച്ചിട്ടുണ്ട്. അപ്പൊ കാണാൻ പറ്റാത്തവർക്ക് അത് ഒരുമിച്ച് കളക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. അതൊരു വലിയ, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഈ യാത്രാ അനുഭവ രംഗത്തെ ഏറ്റവും വലിയ ഡെവലപ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്ന സന്തോഷ് ചെയ്ത ഈ ഒരു സംഭവമാണ്. അത് വലിയൊരു കാര്യമാണ്. മാത്രമല്ല സാർ, അദ്ദേഹം ഈ പരിപാടി തുടങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു കേരളത്തിലെ സ്ത്രീകളടക്കം ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെരി ട്രൂ. ഇപ്പൊ എനിക്ക് എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള പല സ്ത്രീകളും, മിത്ര സതീഷിന്റെ യാത്രയൊക്കെ കണ്ട് ഞാൻ തലേ കൈവച്ച് നിൽക്കുകയാണ്. ഒറ്റയ്ക്ക് സിംപ്ലി ഗോ സോളോ. ഈയിടെ ആഫ്രിക്കയിൽ കൂടെ എത്യോപ്യയിൽ കൂടെ പോയ യാത്രയൊക്കെ വളരെ അപകടം പിടിച്ച ഈ റിബൽസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ പോയിട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. അതുപോലെ മിത്രയെ പോലെയൊക്കെയുള്ള ആളുകൾ ഒരു മിത്രയൊന്നും അല്ല, ഇതുപോലെ വേറെ പലരും ഉണ്ട്. വേറൊരു ലേഡി, ഒരു മുസ്ലിം പേരുള്ള വേറൊക്കെ ഉണ്ട്. അവരൊക്കെ വീഡിയോയിലും കൂടെ ഉണ്ട്. മിത്ര വീഡിയോ എടുക്കുന്നില്ല, എഴുതുകയാണ്. പക്ഷെ ഇവരുടെയൊക്കെ അതാണ് ധാരാളം സ്ത്രീകൾ ആ റൂട്ട് പെണ്ണുങ്ങളുടെ മാത്രമായ ഗ്രൂപ്പുകൾ പോകുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വണ്ടർഫുൾ. ഈ പുരുഷന്മാരുടെ കേരളയിൽ നിന്ന് ധാരാളം ഈ പരമ്പരയുടെ ആദ്യ ഭാഗങ്ങളിൽ സ്ത്രീകൾ മാത്രമായിരുന്നു കുറെ അധ്യായങ്ങൾ ഉണ്ടായിരുന്നത്. ഇതേപോലെ അതും സാഹസിക യാത്രകൾ ചെയ്യുന്ന ഒരുപാട് പേര്, അത് നമുക്ക് മറക്കാൻ പറ്റില്ല. ബൈക്കൊക്കെ ഉപയോഗിച്ചും അതുപോലെ മങ്കി ജമ്പ് അതൊക്കെ ചെയ്തും ഒക്കെയുള്ള വനയാത്രകൾ. ഹേമ ഓർക്കുന്നില്ല, കൊച്ചിയിൽ നിന്ന് രണ്ട് സ്ത്രീകള് സ്കൂട്ടറിൽ 2 പ്രാവശ്യം കാശ്മീരിൽ പോയി വന്നു. അതെ കാശ്മീരിൽ പോയി വന്നു. അതെ, കൃഷ്ണ. മണിയെട്ടകാലായി സമയം ഞാൻ ഈ തുർക്കിയിൽ പോയപ്പം എന്റെ ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ വേറെ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മളെ തുർക്കിയില് നമ്മുടെ സാക്ഷാൽ സൂഫി യതി, അതായത് റൂമിയുടെ ശവകുടീരത്തിൽ, കോന്യ എന്ന് പറയുന്ന നഗരത്തിൽ റൂമിയുടെ ശവകുടീരത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വന്ന് മുറ്റത്തോട്ട് എല്ലായിടും ഞങ്ങളുടെ കാർ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ
ഒരു ബസ്സിൽ നിന്ന് കുടുകുടാന്ന് മലയാളികൾ ഇങ്ങനെ ഇങ്ങനെ കൊട്ടയിൽ നിന്ന് കുടഞ്ഞിട്ട പോലെ ഇറങ്ങി വരുന്നു. മുണ്ടുമൊക്കെ ഉടുത്ത് ഷർട്ടുമൊക്കെ ഇട്ട് പുറക്കെ വർത്താനം പറഞ്ഞ്. അപ്പൊ അവരെല്ലാം മലപ്പുറംകാരാ. മലപ്പുറത്ത് നിന്ന് വന്ന ആളുകൾ പിന്നെ റൂമിയരെടുത്ത് പിന്നെ ആദരവ് നൽകാൻ വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഓർത്തു എന്തൊരു അമേസിങ്. റൂമി ഉണ്ടെന്നെങ്കിലും അവർ കണ്ടുപിടിച്ച് വന്നല്ലോ, ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്ന് കണ്ടുപിടിച്ചു. അതൊക്കെയാണ് അത്ഭുതം. അപ്പൊ അങ്ങനെ 8:15 ഞാൻ നിങ്ങളോട് വിട പറയട്ടെ. സമയം ഇനിയും വളരെ താങ്കളെ കൂടുതൽ സന്തോഷം. ഇതിനകത്ത് ബുദ്ധിമുട്ടിക്കുന്നില്ല. വളരെ സന്തോഷം താങ്കൾ ഈ വന്ന് 61ാമത്തെ അധ്യായം ഈ പരമ്പരയുടെ സമാപനത്തിൽ വന്ന് ധന്യമാക്കി സംസാരിച്ചു, ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. എല്ലാവർക്കും വേണ്ടി ഞാൻ താങ്കൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ ആക്ടിവിറ്റീസ് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ. നമ്മൾ ഈ പരമ്പര അടുത്ത ആഴ്ച മുതൽ പുസ്തകങ്ങളെ കുറിച്ചുള്ള പരമ്പരയാണ്. ആദ്യം ആത്മകഥയാണ്, സെബാസ്റ്റ്യൻ പോളിന്റെ എൻ്റെ ലോകം എൻ്റെ കാലം. ആ പുസ്തകമാണ് ആദ്യം ചർച്ച ചെയ്യുന്നത് അടുത്ത ആഴ്ച മുതൽ. അപ്പൊ അങ്ങനെ വളരെ നന്ദി സർ. ഓക്കെ, താങ്ക് യു. നന്ദി, നമസ്കാരം സർ. അപ്പം നമ്മളൊപ്പം ഇപ്പം ബീന ഉണ്ട്. ബീനയിൽ നിന്നും മുസഫർ അഹമ്മദിൽ നിന്നാണ് 2025 ജനുവരി 4-ാം തീയതി നമ്മൾ ഈ പരമ്പര ആരംഭിച്ചത്. ബീനയുടെ ശബ്ദമൊന്നും കേട്ടില്ല. അല്ല, എനിക്ക് പറയാനുള്ളത് സ്ത്രീകളുടെ സോളോ യാത്ര ലോകം മുഴുവൻ ഇപ്പൊ നമ്മള് പ്രശസ്തരായവരും അല്ലെങ്കിൽ പബ്ലിസിറ്റി ഇല്ലാത്തവരുമായ ഒരുപാട് സ്ത്രീകൾ യാത്ര ചെയ്യുന്ന കാലാണ്. ഞങ്ങളുടെയൊക്കെ ജനറേഷനിൽ തന്നെ സ്ത്രീകൾ ഒറ്റയ്ക്ക് അങ്ങ് പൊക്കോണ്ടേയിരിക്കുകയാണ്. അതൊരു വലിയ മാറ്റമാണെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര മാറ്റം. എന്നുവെച്ചാൽ ഇപ്പം ഒറ്റയ്ക്ക് പോയി വീഡിയോ എടുത്ത് എൻ്റെ ഒക്കെ ഒരുപാട് സ്കൂൾ സുഹൃത്തുക്കൾ, അതൊരു വലിയ ഇതൊന്നും അല്ല, പക്ഷെ അവര് വീഡിയോ ചെയ്യുന്നവര് അല്ലെ യാത്രയ്ക്ക് വേണ്ടി യാത്ര ചെയ്യുന്നവര്, എനിക്ക് തോന്നുന്നു ഏറ്റവും എൻജോയ് ചെയ്യുന്ന സ്ത്രീകളാണ്. ഈ സ്ത്രീകളുടെ ഗ്രൂപ്പുകളുടെ ഒക്കെ യാത്ര എന്ന് പറയുന്നത് പണ്ട് ഞങ്ങളുടെയൊക്കെ ചിന്തിക്കാൻ പറ്റാത്തതായിരുന്നു. അങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുക, അതൊരു വലിയ റവല്യൂഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ തന്നെ ഒരു ഇതായിട്ട്. അതൊരു പുതിയ യാത്രാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതാണല്ലോ വാസ്തവത്തിൽ നമ്മളുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. അതെ, അതെന്തായാലും സ്ത്രീകൾ കരസ്ഥമാക്കി. കേരളത്തിനുള്ളിലും കരസ്ഥമാക്കിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ അത് പുതിയ ജനറേഷൻ പെൺകുട്ടികൾ വന്ന് കേരളത്തിൽ. അല്ല, ഞങ്ങളുടെ പ്രായത്തിൽ ഇപ്പൊ എന്റെയൊക്കെ ഇപ്പോൾ 60 കഴിഞ്ഞ സ്ത്രീകളും ധാരാളമായി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ട് ലോകം മുഴുവൻ. അത് വലിയൊരു ഇതാണ്. അപ്പൊ അത് എന്തായാലും ഇതിന്റെ തുടക്കത്തിലും അവസാനത്തിലും പങ്കുകൊള്ളാൻ കഴിഞ്ഞതില് ഹേമ, പ്രദീപ് വളരെ സന്തോഷം. വളരെ സന്തോഷം ബീന. സുഖമായിട്ടിരിക്കുന്നല്ലോ. സുഖമായിരിക്കുന്നു സർ. ഓക്കെ, എല്ലാം സുഖമായിരിക്കുന്നു. ഓക്കെ, ബൈ. ഓക്കെ സാർ, ബീന തുടരാം. നേരത്തെ ഈ പരമ്പരയിൽ പങ്കെടുത്ത സ്മിത പ്രകാശ് ഉൾപ്പെടെയുള്ള സംസാരിക്കുന്നുണ്ട്. സ്മിത പല പ്രാവശ്യം നമ്മൾ ഇതിലേക്ക് ടോക്കസ് മാനിലേക്ക് ക്ഷണിച്ചു, എത്താൻ പറ്റിയിട്ടില്ല. ബീന കണ്ടിന്യൂ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് സംസാരിക്കും. കുറച്ച് നേരം നമുക്ക് ഇരിക്കാം. പരിപാടി കഴിഞ്ഞില്ല? ഇല്ല, കഴിഞ്ഞിട്ടില്ല. നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അദ്ദേഹത്തിന് ഇത്തിരി നേരത്തെ പോണെന്ന് പറഞ്ഞു. അപ്പൊ ബീന സംസാരിക്കും. ബീന പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ വലിയ പോയിന്റാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഈ മലപ്പുറം പോലെയുള്ള പണ്ട് ഉള്ള ബാക്ക്വേർഡ് എന്നൊക്കെ പറയുന്ന ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പോയിട്ടുള്ളത്. അത് അത്ഭുതപ്പെടുത്തി. ആ കുട്ടിയെ കിട്ടിയിട്ടില്ല അവിടുന്ന്, അല്ലേ ഹേമ? ഒരു 8ാം ക്ലാസ്സിലോ 8-ലോ 9-ലോ പഠിക്കുന്ന ഒരു കുട്ടി സൈക്കിൾ ചവിട്ടി കാശ്മീർ വരെ പോയി. പോയിട്ട് സൈക്കിളിൽ തന്നെ തിരിച്ചു വന്നു. വേറൊരു കുട്ടി ഇപ്പൊ എനിക്ക് തോന്നുന്നു നിരക്ഷരന്റെ യാത്രയുടെ കൂട്ടത്തിൽ ഒരു ഷൈനി വിൽസൺ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുള്ള ഒരു കുട്ടി, അവള് ബൈക്കില് അരുണാചല്, എനിക്ക് തോന്നുന്നു ഗോഹട്ടി, നാഗാലാൻഡ്, ത്രിപുര എല്ലായിടത്തും പിന്നെ ട്രാവൽ ചെയ്തു. ഇവിടെ അനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു ഷൈനി. അതെ, തിരുവനന്തപുരത്ത് അതെ, ഭയങ്കര സാഹസയാത്ര അവളുടെ. തിരുവനന്തപുരത്തുള്ള ഒരു കുട്ടിയാ അത്. അങ്ങനെ പറയുമ്പോ വളരെ ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞ സക്രിയ പറഞ്ഞ പോലത്തെവരുടെയൊക്കെ യാത്രകൾ എന്ന് പറയുന്നത് വളരെ കോസ്മെറ്റിക് യാത്രകളാണ്, ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകുന്നത്. ഇവരുടേതെല്ലാം അങ്ങനെയല്ല. ശരിക്കും ആ കുട്ടി ബൈക്ക് ആക്സിഡന്റ് ഒക്കെ പറ്റി അതിന്റെ കൈയൊക്കെ ഒടിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് ഈ ടൈം. അപ്പൊ അങ്ങനെ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെ ഇതിനകത്ത് ഞാൻ മറ്റേ എന്താണ് ആ പെൺകുട്ടികൾ, ആ കോഴിക്കോട് നിന്ന് കുറെ മുസ്ലിം പെൺകുട്ടികൾ, അബ്രിദ, പിന്നെ അബ്രിദ ബാനു, ധാരാളം പേരുണ്ട്. ചെറിയ പെൺകുട്ടികൾ, അതുകൊണ്ട് വളരെ സാഹസികമായി യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. വളരെ സാഹസികമായി യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. ടിക്കറ്റ് ഒന്നും എടുക്കാതെ മറ്റേ ജൽ കമ്പാർട്ട്മെന്റിൽ കയറി ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുന്ന
അല്ല ഇവിടെ വന്ന ഒരു കുട്ടി പറഞ്ഞു, ആ കുട്ടി ഒറ്റ പൈസ പോലും കയ്യിലില്ലാതെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പോയി വന്നു. കൊച്ചിയിൽ അത് നിന്ന് പോയി രാജസ്ഥാൻ എന്ന് അടക്കം പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് പോയി. നമ്മൾക്ക് പണമൊന്നും കയ്യിലില്ല, പക്ഷെ പോകുന്നിടത്ത് സൗഹൃദങ്ങളും ജോലി എല്ലാവരും പിന്നെ സഹായിച്ചു. ഇവര് ജോലി ചെയ്യും. മലയാളികൾ. ഇവരുടെ അതെ അതെ ജോലി ചെയ്യും ചിലയിടത്ത് പോയിട്ടേ. ഒരു 5 അതെ ദിവസം പോയി ഒരു ഹോട്ടലിൽ ജോലി. അത് ഇവരുടെയും പുസ്തകത്തിൽ ഞാൻ കണ്ടു. ഈ ഹന്നയുടെ പുസ്തകത്തില് അവരുടെ ആ കുബക്കൂന്ന് എന്തോ ഒരു .com എന്നൊരു പുസ്തകത്തിലൊക്കെ അവർ പോയിട്ട് അവിടെ ഒരാഴ്ച 2 ആഴ്ച ജോലി ചെയ്ത് ആ പൈസ കൊണ്ട് പിന്നെ യാത്ര ചെയ്യാം. നമ്മുടെ ഒന്നും കാലത്ത് നമുക്ക് ചിന്തിക്കാൻ അല്ല, ഈ പറ്റാത്ത പരമ്പരയിൽ കാര്യങ്ങളൊക്കെ. ഈ പരമ്പരയിൽ എത്താതെ പോയ ഒരു കുട്ടി, അത് ഹിന്ദുവിലാണ് അവരെ കുറിച്ച് റിപ്പോർട്ട് വന്നത്. അതൊരു പ്രത്യേക ഇംഗ്ലീഷ് വാക്ക്, ഞാൻ ഡിക്ഷണറി നോക്കിയിട്ടാണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയത്. അതായത് ഒരു അറേഞ്ച്മെന്റും ഇല്ലാതെ ഈ വാഹനങ്ങൾ കൈ കാണിച്ച് നിർത്തിയിട്ട് അതിൽ കയറി സഞ്ചരിച്ചു പോവുക. അത് ഇവിടുന്ന് കുട്ടനാട് നിന്ന്, അതായത് ഇത് ഈ പിന്നെ സീ ലെവലിൽ താഴെയാണല്ലോ കുട്ടനാട് നിന്ന് കാശ്മീരിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് വരെയാണ് ഈ കുട്ടി പോയിട്ടുള്ളത്. പെൺകുട്ടി ഒറ്റയ്ക്ക് പോയിട്ടുള്ളത്. അതാ ശരിക്കും വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും സേഫുമാണെന്ന് ഉള്ളതാണല്ലോ വരുന്നത്. നമ്മൾ സേഫ് അല്ല എന്നുള്ളത് ഈ ചെറിയ പെൺകുട്ടികൾക്ക് യാത്ര ചെയ്യാൻ പറ്റണമെങ്കിലേ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജനറേഷൻ യാത്ര ചെയ്യാതിരുന്നത് എന്നുള്ളത് സേഫ്റ്റിയുടെ കാര്യം കൊണ്ടാണ്. പക്ഷെ ഇവരതും നമുക്ക് ഇത് പൊളിച്ചു തരുവാണ് പിള്ളേര്. മാത്രമല്ല ഈ പരമ്പരയിൽ കൊച്ചിയിൽ നിന്ന് പല രാജ്യങ്ങൾ താണ്ടി സൈക്കിൾ ചവിട്ടിപ്പോയ ഒരാൾ വന്നിരുന്നു അനുഭവം പറയാൻ വേണ്ടി. പേര് ഞാൻ മറന്നുപോയി ഇദ്ദേഹത്തിന്റെ. പേര് അദ്ദേഹം പേരുണ്ട്. എന്തായാലും പ്രദീപ് തുടങ്ങിയത് നന്നായി. ഇതൊരു ശരിക്കും ആളുകൾക്ക് കുറെ പേർക്കെങ്കിലും യാത്രയുടെ, നമുക്ക് പലതരത്തിലുള്ള യാത്രകളെ കുറിച്ച് അറിയുന്ന ഒരു ഇതിപ്പോ നിങ്ങൾ ഇത് എന്തായാലും പബ്ലിഷ് ചെയ്യുമല്ലോ ഇതായിട്ട്. അപ്പൊ എന്തിലെങ്കിലും കാണുമല്ലോ യൂട്യൂബിലും. അപ്പൊ പലതരം യാത്രകളുടെ ഒരു ഹിസ്റ്ററി ആയി മാറും അത്. ഇത് സാറ് പറഞ്ഞ ആളുകള് പ്രശാന്ത് വൈദ്യ, ഫായിസ് അലി, രണ്ടുപേരും സൈക്കിളിൽ യാത്ര ചെയ്തിരുന്ന ആളുകളാണ്. ഡോക്ടർ പ്രശാന്ത് വൈദ്യ, ഫായിസ് അലി. മനോജ് രവീന്ദ്രന്റെ യാത്രാനുഭവം നമ്മൾ റീറെക്കോർഡ് ചെയ്തു. അതിനകത്തൊരു സാങ്കേതിക പ്രശ്നം കാരണം. അപ്പോൾ അത് കണ്ടിട്ട് മുരളി തുമ്മാർ കൂടി വന്നു. അപ്പം അന്ന് അദ്ദേഹം ഫ്രാൻസിലോ എവിടെയോ വെച്ചിട്ട് ഞാൻ ഇന്നലെ കൊച്ചിയിൽ നിന്ന് സൈക്കിളെ വിട്ടി വന്ന് ഒരാളെ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ഈ യാത്രികനെ കുറിച്ച് ഞങ്ങൾ അറിയുന്നത് തന്നെ പിന്നീട് ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു. അപ്പൊ അങ്ങനെ ചില ക്യൂരിയസ് ആയിട്ടുള്ള അനുഭവങ്ങളുണ്ട് അതിനകത്ത്. എന്തായാലും നന്നായിരിക്കട്ടെ. അടുത്ത പരിപാടി കാണാം. അടുത്ത പരിപാടി നമ്മൾ പുസ്തകങ്ങളെ കുറിച്ചാണ്. ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകങ്ങളെ കുറിച്ച് ആണ് ചർച്ച ചെയ്യുന്നത്. അത് ഗ്രന്ഥകർത്താവ് പരമാവധി അതിലുണ്ടാകും. സെബാസ്റ്റ്യൻ പോളിന്റെ പുസ്തകത്തിന് ശേഷം CK ജാനുവിന്റെ ആത്മകഥയായ അടിമമൊക്കെയാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അത് പോകും. അപ്പൊ സ്മിത പ്രകാശ്, സഞ്ജയ് ഒക്കെ നേരത്തെ ഈ പരമ്പരയിൽ പങ്കെടുത്താണ്. രണ്ടുപേരെയും ഈ ഇതിലേക്ക് ക്ഷണിക്കുന്നു. എന്തോ സാങ്കേതിക പ്രശ്നം കാരണം സ്മിതയ്ക്ക് ഇതിലേക്ക് രണ്ടുപേർക്കും ഇൻവൈറ്റ് അയച്ചിരുന്നു, പക്ഷെ രണ്ടുപേർക്കും കയറാൻ പറ്റുന്നില്ല. സ്മിത ഹാൻഡ് റൈസിംഗ് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്മിത ഒരു റിക്വസ്റ്റ് അയക്കാമോ? നേരത്തെയും അയച്ചിരുന്നു. അത് ആസ്ക് ടു സ്പീക്ക് എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റ് ഒന്ന് അയച്ചാൽ ഞങ്ങൾ ഇൻവൈറ്റ് അയച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ അയച്ചു നോക്കാമോ? അതുപോലെ സഞ്ജയ് ഇൻവൈറ്റ് ടു സ്പീക്ക്. സഞ്ജയ് അതെ, സ്മിതയ്ക്കും നമ്മൾ അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ നേരത്തെ ഏതോ ഒരു പ്രാവശ്യം ഇതേപോലെ സംസാരിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട് തിരിച്ചല്ലേ. സഞ്ജയ്ക്ക് നമ്മളിപ്പോ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സഞ്ജയ്, പക്ഷെ ഇപ്പോഴും വരാൻ പറ്റുന്നില്ല. ഈ നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും, അറിയില്ല. ഏതായാലും വരും. സഞ്ജയ് വന്നു. സഞ്ജയിനെ ഞാൻ കാണുന്നില്ല. ഉണ്ടോ? എത്തിയിട്ടുണ്ടോ? സഞ്ജയ് ഇപ്പൊ രണ്ടാമത് റിക്വസ്റ്റ് അയച്ചു, ഞാൻ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷെ സഞ്ജയ്ക്ക് എവിടെ എത്താൻ പറ്റിയിട്ടില്ലല്ലോ. സ്മിതയുടെ റിക്വസ്റ്റ് വരുന്നുണ്ട്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലേക്ക് ടോക്കസ് പാനൽ അത് എത്തിയിട്ടുള്ള ഇത് ഗോഡ്കർ സുഭഗനാണ്. ഗോഡ്കർ സുഭഗൻ, നമസ്കാരം. സംസാരിക്കാം. നമസ്കാരം ഗോഡ്കർ, പറയാം. ആക്ച്വലി എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞാൻ കേറാതിരുന്ന നിങ്ങൾ അമ്പലത്തിൽ ഉത്സവം നടന്നു. അപ്പൊ ഞാൻ കേറുമ്പോഴേ സക്കറി സാറിന് അത് ഭയങ്കര ശബ്ദമായിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞു. അതെ, ഇപ്പൊ കേറി എനിക്ക് 2 പ്രാവശ്യം റേസ് ചെയ്തിട്ട് പിന്നെ എനിക്ക് മനസ്സിലാക്കിയത് സംസാരിച്ചു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര
സൗണ്ട് ആയിരിക്കും തൊട്ടടുത്ത മറ്റേ ഉം. സ്പീക്കർ ഇച്ചിരി കേൾക്കാൻ പറ്റുമായിരിക്കും ഇവിടുന്ന്. നേരത്തെ ഭയങ്കര ബഹളമായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ഇപ്പൊ കുഴപ്പമില്ല, പ്രശ്നമില്ല. മിസ്സായി. ഇപ്പോൾ ഇപ്പൊ കുഴപ്പമില്ല. പ്രശ്നമില്ല. ഇന്ന് നമ്മുടെ ഇത് ലാസ്റ്റ് എപ്പിസോഡാണോ? അടുത്ത ഏതാ നെക്സ്റ്റ് പ്രോഗ്രാം? അത് നേരത്തെ പറഞ്ഞ പോലെ പുസ്തക ലോകം, നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ച് ഓരോ ആഴ്ചയിൽ ചർച്ച ചെയ്യുന്ന പുതിയ പരമ്പര 7-ാം തീയതി, മാർച്ച് 7-ാം തീയതി ആരംഭിക്കും. ഞാനിപ്പോ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പെൻഡിസൈറ്റിസ് ഓപ്പറേഷനൊക്കെ ബെഡ് റെസ്റ്റിലാണ്. അങ്ങനെ ഓക്കെ. എന്തായാലും വന്നതിൽ സന്തോഷം. ഇത് സമാപനം ഫുള്ള് അതിലും കേൾക്കാൻ പങ്കെടുക്കാൻ താഴെ തന്നെ പറ്റും. ഉണ്ടായിരുന്നു, ഫുള്ള് കാണുന്നുണ്ടായിരുന്നു കേൾക്കുന്നുണ്ടായിരുന്നു. ഫുള്ള് കാണുന്നുണ്ടായിരുന്നു. കേൾക്കുന്ന സാറിന്റെ ഇൻവിറ്റേഷൻ. പിന്നെ എനിക്കത് എങ്ങനെയാന്ന് അറിയിക്കാനും പറ്റുന്നില്ല. പിന്നെ ഞാനങ്ങ് താഴെ ഇരുന്നു. ഉം. ഓക്കെ. നമ്മൾ ഈ പരമ്പരകളിൽ ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഏറ്റവും കൗതുകകരമായിട്ടുള്ളതും എന്നാൽ വേദികളിലൊന്നും ചർച്ച ചെയ്യപ്പെടാത്തതുമായിട്ടുള്ള 2 അനുഭവങ്ങളുണ്ടായിരുന്നു. അത് റിട്ടയർ ചെയ്ത രണ്ടോ മൂന്നോ റെയിൽവേ അതെ, ലോക്കോ ലോക്കോ പൈലറ്റ്സ്. പൈലറ്റുമാരുടെ അതെ, ലോക്കോ അനുഭവങ്ങൾ, അവർ പൈലറ്റ്സിന്റെ. കാണുന്ന കാഴ്ചകൾ അതിലൊരാൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരാൾ ഉണ്ടായിരുന്നു, രാജഗോപാൽ സാർ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇത്ര നേരം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പൊ കാണുന്നില്ല. ലോക്കോ പൈലറ്റ്സിന്റെ അനുഭവങ്ങള്. ഈ ഗോഡ്കർ സുഭഗനും അദ്ദേഹവും ഇതുപോലെ ആ ഭൂമധ്യരേഖ ക്രോസ് ചെയ്ത് യാത്ര ചെയ്ത ആളാണ്. നമ്മൾ ഈ പരമ്പരയുടെ ഒരു ലിഖിത രൂപം കൊടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ അത് എഴുതേണ്ടതാണ് ശരിയായിട്ട്. തിരിച്ച് ഇത്രയും അതെ, അതെ. വളരെ വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ, അനുഭവങ്ങൾ, അപൂർവമായ വളരെ അനുഭവങ്ങൾ. അപൂർവമായിട്ടുള്ള, ഇവിടെ അവരും രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ഒരു റെയിൽവേ ഡ്രൈവർമാരെ കാണുന്ന ഒരു ലോകമുണ്ട്. അത് ഭീതിജനകമായ ഒരു ലോകമുണ്ട്, സംഭ്രമജനകമായ സംഭവങ്ങളുണ്ട്, മനുഷ്യനെ ടച്ച് ചെയ്യുന്ന ഒട്ടേറെ അനുഭവങ്ങൾ. അവർ ഒത്തിരി പറഞ്ഞു അതിനെക്കുറിച്ച്. നമ്മളൊന്നും കാണാത്ത ഒരു ഇതിലിരുന്ന് കാണുന്ന ആളുകളാണ്. നമ്മള് കമ്പാർട്ട്മെന്റിൽ ഇരുന്ന് കാണുന്ന യാത്രയല്ലല്ലോ എഞ്ചിന്റെ റൂമിൽ ഇരുന്ന് കാണുന്നത്. വ്യത്യസ്തമായിട്ടുള്ള യാത്രയാണ്. സ്മിതയുടെ എപ്പോഴും ആക്സെപ്റ്റ് സ്മിത ചെയ്തിട്ടുള്ള ഒരു കാര്യം ചെയ്യും, സ്മിത ഒന്ന് ലീവ് ചെയ്തിട്ട് വീണ്ടും ജോയിൻ ചെയ്ത് നോക്കും. അതെ, സഞ്ജയും അതുപോലെ തന്നെ ഒന്ന് ലീവ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. തിരിച്ച് സഞ്ജയ് ഒന്ന് ലീവ് ചെയ്തിട്ട്. ഏത് പ്രോഗ്രാം നേരത്തെ കഴിഞ്ഞാണോ പ്രൊഡ്യൂസറെ? നേരത്തെ കഴിഞ്ഞതല്ല. കാര്യം സക്കറിയ തന്നെ 1.5 മണിക്കൂറും ഏതാനും മിനിറ്റ് മാത്രമേ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുള്ളൂ. 8:10, പക്ഷേ 8:15 വരെ ഇരുന്നു അദ്ദേഹം. പറഞ്ഞ കേട്ടായിരുന്നു 8:10 വരെ ആകുമ്പോഴത്തേനെ വൈൻഡപ്പ് ചെയ്യണം. എന്നിട്ടും പുള്ളി 8:16 വരെ ഉണ്ടായിരുന്നു തോന്നുന്നില്ല. ഇരുന്നു അദ്ദേഹം. എനിക്ക് തോന്നുന്നത് സ്മിതയുടെയും സഞ്ജയുടെയും നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആണോ എന്നൊരു സംശയം. ഇത്രയും നേരമായിട്ട് അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പറ്റാത്തത് അതുകൊണ്ടായിരിക്കും. കേരളത്തിന്റെ പല ഭാഗത്തും മഴ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം അല്ലേ? അതെ, തിരുവനന്തപുരത്ത് നല്ല മഴയാണെന്ന് പറഞ്ഞത്. ബീന പോയോ? ബീനയുണ്ട്. തിരുവനന്തപുരത്ത് മഴയാണോ? ബീനയുണ്ടല്ലോ. മഴയാണോ ബീന? ബീനയുടെ മൈക്ക് മ്യൂട്ടാണ്. തിരിച്ച് സഞ്ജയ് ഉൾപ്പെടെ മുകളിലേക്ക് വരാൻ പറ്റുന്നില്ലല്ലോ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇല്ല, സഞ്ജയ് പലവട്ടമായി മറ്റേ റിക്വസ്റ്റ് അയക്കുന്നു. പക്ഷെ ഞങ്ങള് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും സഞ്ജയിന് കേറാൻ പറ്റുന്നില്ല. ഈ നെറ്റ്വർക്ക് ഒന്ന് പരിശോധിക്കാമോ? അതോടൊപ്പം തന്നെ ഇപ്പൊ ഇത്രയും പേരുണ്ടല്ലോ, ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളെ കുറിച്ച് കൂടി ഒരു നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഉപകാരം. കാര്യം തീർച്ചയായിട്ടും അതുകൂടെ നമുക്ക് പരിഗണിച്ചിട്ട് ചർച്ച ചെയ്യാവുന്നതാണ് അടുത്ത ആഴ്ചകളിൽ. സ്മിത വരുന്നേ ഇല്ല അതിനകത്തല്ലേ? ഇല്ല, സ്മിത എക്സിറ്റ് ആയി. ഇറങ്ങി കയറാൻ പോയെന്നാ തോന്നുന്നു. അതെ, അങ്ങനെ ചിലപ്പോൾ വളരെ അപൂർവമായിട്ട്. സഞ്ജയ് ഒന്ന് എക്സിറ്റ് ആയിട്ട് ഒന്നും കൂടി ജോയിൻ ചെയ്യാമോ? സഞ്ജയ് ഈ ലീവ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ശ്രീ സഞ്ജയ് കേൾക്കാമെന്ന് വിചാരിക്കണം. സ്മിത രണ്ടാമത് ജോയിൻ ചെയ്തിട്ടുണ്ട്. കിട്ടുന്നില്ല. നമ്മുടെ ഈ പരമ്പരയല്ല, എല്ലാ പരമ്പരകളുടെയും റെക്കോർഡിംഗ് മീഡിയ വേവ്സ് എന്ന യൂട്യൂബ് ചാനലിൽ പൂർണ്ണമായിട്ടുണ്ട്. അത് 2021 സെപ്റ്റംബറിൽ പരമ്പര മലയാള ടെലിവിഷൻ്റെ നാൾ വഴികൾ പരമ്പര ആരംഭിച്ച് 3-ാമത്തെയോ 4-ാമത്തെയോ അധ്യായം മുതലാണ് റെക്കോർഡിംഗ് ലഭ്യമായിട്ടുള്ളത്. അത് കഴിഞ്ഞ എല്ലാ പ്രോഗ്രാമിൻ്റെയും റെക്കോർഡിംഗ് ഉണ്ട്, അതിനകത്തുണ്ട്, ലഭ്യമാണ്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യം. അത് ഗവേഷണ വിദ്യാർത്ഥികളൊക്കെ മാധ്യമ പരമ്പരകൾ അതിനൊരു റെഫറൻസ് മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി,
കേരളത്തിലെ ചില സർവകലാശാലകളിലൊക്കെ മാധ്യമങ്ങളെക്കുറിച്ച് പഠിക്കുന്നവർ, പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫേഴ്സിനെ കുറിച്ചുള്ള പരമ്പര, മാധ്യമ പ്രവർത്തകരെ കുറിച്ചുള്ള പരമ്പര, രേഖാചിത്രകാരന്മാരെ കുറിച്ചുള്ള പരമ്പര, AI കുറിച്ചുള്ള പരമ്പരയൊക്കെ അക്കാഡമിക് ലെവലിൽ അത് ചിലർക്കൊക്കെ ഉപയോഗപ്പെടുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ഈ നമ്മുടെ ഇത് ലഭ്യമാണ് എന്ന് ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ ഉപകാരം തിരിച്ചു. അതിൻ്റെ ആ ലിങ്ക് യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. മീഡിയ വേവ്സ് ലിങ്ക് ഇവിടെ ഷെയർ അതെ, മീഡിയ വേവ്സിന്റെ ലിങ്ക് ഇവിടെ ഞാൻ ഷെയർ ആദ്യം ആമുഖത്തിൽ പറഞ്ഞത് ഇതിലെ കുറേ പരമ്പരകളെ കുറിച്ച് പറഞ്ഞു. അതിലെ മാധ്യമ പ്രവർത്തകരെ കുറിച്ചുള്ള പരമ്പര, നമ്മൾ പരമ്പരയുടെ പേര് ചരിത്ര സാക്ഷികൾ എന്നായിരുന്നു. അത് കലാകൗമുദിയിൽ വന്നപ്പോൾ അതേ പേരിലൊരു പുസ്തകം ഉള്ളതുകൊണ്ട് ആ പരമ്പരയുടെ പേര് നമ്മൾ കാലം സാക്ഷി എന്ന് മാറ്റിയിട്ടുണ്ട്. ആ പരമ്പര കലാകൗമുദിയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് തിരിച്ച്. മലയാളം വാരികയിൽ വന്ന 2 പരമ്പരകൾ, അതായത് ഇവിടെ നമ്മുടെ ന്യൂസ് ഫോട്ടോഗ്രാഫേഴ്സിലെ ഈ പരമ്പരയിൽ പങ്കെടുത്ത വിപിൻ ചന്ദ്ര ബാബു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റേത് ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ 20 ഫോട്ടോഗ്രാഫർമാരുടെ അനുഭവങ്ങളായിരുന്നു. അത് പരമ്പരയായിട്ട് മലയാളം വാരികയിൽ വന്നത് ചിത്രം ചരിത്രം. അത് ഈ വർഷം തന്നെ അത് പുസ്തകം ആകുന്നുണ്ട് തിരിച്ച്. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ രേഖാചിത്രകാരന്മാരുടെ അനുഭവങ്ങൾ, ആർട്ടിസ്റ്റ് ഗോപാലൻ ജനയുഗം വാരിക എന്ന് പറയുമ്പോൾ ആദ്യം കേൾക്കുന്ന 2 പേരുകളിലൊന്ന്, ഒന്ന് കാമ്പശ്ശേരി കരുണാകരൻ്റെയും പിന്നെ അതിൻ്റെ രേഖാചിത്രകാരനായിരുന്ന ആർട്ടിസ്റ്റ് ഗോപാലൻ്റെയുമാണ്. ആർട്ടിസ്റ്റ് ഗോപാലൻ ആരംഭിച്ച് ഇപ്പം ചന്ദ്രികയുടെ സഹപത്രാധിപരായിട്ടുള്ള ചിത്രകാരൻ, അദ്ദേഹത്തിൽ വരെ 19 രേഖാചിത്രകാരന്മാർ അവരിൽ വരുത്തി അവരുടെ അനുഭവങ്ങൾ ഉള്ള ആ പരമ്പര അതും പുസ്തകമായി വരുന്നുണ്ട് തിരിച്ച്. അത് വര മൊഴി സാക്ഷ്യം എന്നാണ് പറയുന്നത്. മുക്താർ ഉദരമ്പയിൽ വരെയുള്ള ആർട്ടിസ്റ്റ് ഗോപാലൻ മുതൽ മുക്താർ വരെയുള്ള ചിത്രകാരന്മാരുടെ അനുഭവങ്ങൾ തിരിച്ച്. സ്മിതയ്ക്കൊന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ല അല്ലേ? അത് എത്തുന്നില്ല അതിനകത്തേക്ക്. സഞ്ജയ്ക്കും എത്തുന്നില്ല. നമുക്കൊരു 2 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം. അവർക്ക് പങ്കെടുക്കാൻ പറ്റുന്നത്. സ്റ്റീഫൻ നേരത്തെ പങ്കെടുത്ത കുറേ പേരെ നമുക്ക് കാണുന്നുണ്ട്. സംസാരിക്കാവുന്നതാണ് തിരിച്ച്. കുറച്ച് നേരം നോക്കാം. ഇത് സ്മിതയുടെ മെസ്സേജ് ഉണ്ട്, പലതവണ റിക്വസ്റ്റ് അയച്ചിട്ടത് ശരിയാകുന്നില്ല. എന്താണ് സംഭവിക്കുന്നില്ല എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല തിരിച്ച്. നെറ്റ്വർക്ക് ആണ് പ്രശ്നം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഇവിടെ നമ്മളുടെ നെറ്റ്വർക്ക് സ്ട്രോങ് ആയതുകൊണ്ടാണ് എല്ലാവരെയും കാണാൻ പറ്റുന്നതും സംസാരിക്കുന്നതും. അപ്പൊ ആ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. KR ജ്യോതിഷ് മാധ്യമ പ്രവർത്തകനാണ് മുതിർന്ന. അങ്ങനെ കുറേ പേര് ഇപ്പോൾ ഉണ്ട് തിരിച്ച്. നെറ്റ്വർക്ക് ഈസ് ഫൈൻ എന്നും സ്മിത പറയുന്നുണ്ട്. പക്ഷെ എന്താണ് സംഭവിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല തിരിച്ച്. നേരത്തെ ഇങ്ങനെ വളരെ അപൂർവമായിട്ട് ഇങ്ങനെ ഹാൻഡ് റൈസിങ് ബട്ടൺ പല പ്രാവശ്യം ഉയർത്തി ശ്രമിച്ചു നോക്കിയിട്ട് ഇങ്ങോട്ട് എത്താത്ത ചില കേസുകളും നമ്മുടെ ഓർമ്മയിലുണ്ട് അല്ലേ? ശ്രീകുമാർ നമ്മളെ ഒത്തിരി പേര്, ഏറ്റവും കൂടുതൽ പരമ്പരയിൽ പങ്കെടുത്ത സംസാരിച്ചിട്ടുള്ള 2 3 പേരുണ്ട്. ഒന്ന് സുരേഷ് നെല്ലിക്കോടാണ്, അദ്ദേഹം ഇന്ന് എത്തിയിട്ടില്ല തിരിച്ച്. പിന്നെ ഒന്ന് ശ്രീകുമാറാണ്. ശ്രീകുമാറിനോട് പ്രത്യേക നന്ദിയുണ്ട് ഈ കാര്യത്തിൽ തിരിച്ച്. വളരെ വളരെ സജീവമായിട്ട് ഈ പരമ്പരകളെ സജീവമാക്കുന്നതിൽ പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹം. അതിന് പ്രത്യേക നന്ദി. ഈ പരമ്പര മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ പരമ്പര മുതലുള്ള സജീവമായിട്ട് അദ്ദേഹം. അതുകൊണ്ട് ഗൾഫിൽ നിന്നൊരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ഗൾഫിൽ നിന്ന് അതെ, ആഷിഖാണ്. അതുപോലെ ശ്രീ സ്റ്റീഫൻ ഇവിടെ ഉണ്ട്. അദ്ദേഹവും നിരന്തരം ഇതിൽ സജീവമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെയും ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ പിന്നെ ഇനി അടുത്ത പരമ്പരയിലെ പുസ്തക അവതരണം നമുക്ക് സ്മിത പ്രകാശ് വലിയ വായനക്കാരിയാണ്. സ്മിതയും നമുക്ക് ക്ഷണിക്കാവുന്നതാണ്. താല്പര്യമുണ്ട് എന്ന് സ്മിത ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. CK ജാനുവിൻ്റെ ആത്മകഥ അടിമമക്ക ചർച്ച ചെയ്യണം. അടിമമക്ക അത് പ്രസന്റ് ചെയ്യാൻ ഒരാളിനെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ആരെയും കിട്ടിയിട്ടില്ല.
ഉം, ഉം. സഞ്ജയ് പറയുന്നുണ്ട് നെറ്റ്വർക്ക് ശക്തമെന്ന് കാണിക്കുന്നു, സാരമില്ല, ആ, കേൾക്കുന്നു, എന്തോ ഒരു കാര്യം പറ്റിയിട്ടുണ്ട് തിരിച്ച്. അതെ. അപ്പോൾ ഇനി ആരംഭിക്കുന്ന പരമ്പരയെക്കുറിച്ച് ദയവായി സുഹൃത്തുക്കളെ അറിയിക്കുക. വേറൊരു ഓഡിയൻസ് ആയിരിക്കും ഇതിലേക്ക് വരിക തിരിച്ച്. നമ്മളുടെ ഇത് സമയം ശനിയാഴ്ച വൈകുന്നേരം 7 മണി തന്നെയാണ് സമയം മാറ്റുന്നില്ല. പരിപാടി. ഈ ജൂൺ 19-ാം തീയതി 5 വർഷം പൂർത്തിയാക്കി 6-ാം വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ജൂൺ 19-ാം തീയതി വരെയായിരിക്കും പുതിയ പരമ്പര ഉണ്ടാവുക തിരിച്ച് എന്നാണ് ഇപ്പം ഉദ്ദേശിക്കുന്നത്. അതെ. അപ്പോൾ സഞ്ജയും സ്മിതയും ഈ വരുന്ന പരമ്പരയിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അവർക്ക് നന്ദി. എനിക്ക് തോന്നുന്നു നമ്മൾ ഇനി സംസാരിക്കാൻ ഇനി ആരും വരുന്നില്ല. അതെ, സംസാരിക്കാനുള്ളവർക്ക് അതിന് സൗകര്യം ഇല്ല. കിട്ടുന്നില്ല, സാങ്കേതിക തടസ്സം അതുകൊണ്ട് കൊണ്ട്. നമുക്ക് ഈ പരമ്പരയുടെ ലോകമേ തറവാട് പരമ്പരയുടെ സമാപന എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ 61-ാം അധ്യായമാണ്. അതിൽ മുഖ്യ അതിഥി സക്രിയ. അദ്ദേഹം സംസാരിച്ചു കേട്ടു, അദ്ദേഹം ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. സജീവമായി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഇത് കേട്ട എല്ലാവർക്കും ക്ലബ് ഹൗസ് മീഡിയ റൂമിൻ്റെ നന്ദി, നമസ്കാരം. നമുക്ക് പുതിയ പരമ്പര അടുത്ത ആഴ്ച ആരംഭിക്കുന്നതിലേക്ക് അഡ്വാൻസ് ആയിട്ട് ഞാൻ സ്വാഗതം കൂടി ആശംസിക്കുന്നു എല്ലാവർക്കും. 118 പേരാണ് ഈ കഴിഞ്ഞ പരമ്പരയിൽ പങ്കെടുത്തത്. അത് 61-ാമത്തെ അധ്യായം. ഏറ്റവും നമ്മുടെ പരമ്പരകളിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ പരമ്പരയാണ് ഇത്. നേരത്തെ മാധ്യമ പ്രവർത്തകരെ കുറിച്ചുള്ള പരമ്പരയായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്തത്. പക്ഷേ ഇത് അതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അത് പ്രകൃതി സ്നേഹികള്, അതുപോലെ വനയാത്രികർ, ട്രെക്കേഴ്സ്, പിന്നെ റൈഡേഴ്സ്, അങ്ങനെ വ്യത്യസ്ത, ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ലോക്കോ പൈലറ്റ്സ്, വെറും സാധാരണക്കാരായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി തന്നെ യാത്ര ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും, സ്ത്രീകളുടെ വലിയ ഒരു സോളോ ട്രാവലേഴ്സിന്റെ അടക്കം സാന്നിധ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നേരത്തെ സക്കറിയ സാർ പറഞ്ഞതുപോലെ പ്രകൃതിയെ കാണാനും അനുഭവിക്കാനും വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്ന ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവരുടെ അനുഭവങ്ങളെല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളം മൊത്തം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് അനുഭവങ്ങളാണ്. കാടിന്റെ അകമൊക്കെ കാണാത്ത ആളുകൾക്ക് കിട്ടാവുന്ന വലിയ അനുഭവങ്ങളാണ്. യാത്ര മാത്രമല്ല, ലോകത്തെ എല്ലാ ഭാഗത്തും താമസിക്കുന്ന 1-2 രാജ്യങ്ങൾ ഒഴികെ പ്രവാസികളുടെ ഈ പ്രവാസ ജീവിതത്തെ കുറിച്ചുള്ള അനുഭവങ്ങൾ, അത് വളരെ വിലപ്പെട്ട അനുഭവങ്ങൾ ഇതിൽ പങ്കുവെക്കപ്പെട്ടു. അനുഭവങ്ങൾ തന്നെയാണ്. അതെ, അത് മിക്കവാറും നമ്മള് പിന്നെ കോണ്ടിനൻസ് തന്നെ തെരഞ്ഞെടുത്ത് അതിൽ നിന്ന് മിക്കവാറും മലയാളികളുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളെല്ലാം തെരഞ്ഞെടുത്ത് തന്നെയാണ് ആളുകളെ കണ്ടെത്താൻ ശ്രമിച്ചത്. ഒരു വലിയ പരിധിവരെ അത് നമ്മൾ സക്സസ്ഫുൾ ആയി എന്ന് തന്നെയാണ് തോന്നുന്നത്. വെറും യാത്രാ വിവരണങ്ങളോ പ്രവാസ ജീവിതത്തിന്റെ അനുഭവങ്ങളോ മാത്രമല്ല, ഒരു മണ്ടെയിൻ ആയിട്ടുള്ള ജീവിത കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ അതിലപ്പുറമായിട്ടുള്ള അവരുടെ ചെറുത്തുനിൽപ്പിന്റെ, അതിജീവനത്തിന്റെ ഒക്കെ കഥകൾ കൂടി ഈ പ്രവാസികള് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ജയിലിലൊക്കെ ജോലി ചെയ്യുന്ന കാലത്ത് കണ്ടിട്ടുള്ള കാഴ്ചകളൊക്കെ അവിസ്മരണീയമായിട്ടുള്ള കാഴ്ചകളാണ്. അത്തരം റഷീദൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള യാത്രാനുഭവങ്ങളൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. സ്വന്തം കംഫർട്ട് സോൺ ഉപേക്ഷിച്ച് പിന്നെ മലനിരകളിലേക്ക് പുണർന്ന് യാത്ര ചെയ്യുന്ന സ്ത്രീകളെയൊക്കെ നമ്മൾ ഒരു കോരിത്തരിപ്പോട് കൂടിയാണ് അവരുടെ യാത്രകൾ നമ്മൾ കേട്ടിരുന്നത്. ഇപ്പൊ ഷൈനി ദ റൈഡറിന്റെ കാര്യം ബീന പറഞ്ഞു. അവരുടെ സാഹസിക യാത്ര ഹിമാചലിൽ വെച്ചിട്ട് അവരുടെ എത്രയോ 300 കിലോ ഉള്ള ബൈക്ക് പിന്നെ അപകടത്തിൽപ്പെട്ട് അവര് ചുമലിലേറ്റി മണിക്കൂറുകളോളം സഹായത്തിന് ആളെത്തുന്നത് വരെ കാത്തുനിന്ന കഥയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റാത്ത കഥകളാണ്. അത്തരം കഥകളൊക്കെ ഇവിടെ പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട്. ലോക്കോ പൈലറ്റ്സിന്റെ അനുഭവങ്ങളൊക്കെ നമ്മൾ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഇന്ന് സാങ്കേതിക തടസ്സങ്ങളൊക്കെ മറികടന്നാണ് സക്കറിയ സാർ ഇവിടെ എത്തിയത്. കാരണം ഞാൻ ഉച്ചയ്ക്ക് അദ്ദേഹത്തിന് ട്രയലിന് വിളിക്കുമ്പോ അദ്ദേഹത്തിന് വൈഫൈ ഇല്ല, സംസാരിക്കുമ്പോ ഫോണിന് പോലും പിന്നെ ഇതില്ല, റേഞ്ച് ഇല്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ അദ്ദേഹം ഏഷ്യനെറ്റിൽ വിളിച്ച് അവരോട് ഇന്ന് തന്നെ അത് ശരിയാക്കണം എന്ന് പറഞ്ഞ് വൈഫൈ കണക്ഷനൊക്കെ നേടിയെടുത്തു. വൈകുന്നേരം 6 മണിക്ക് ട്രയൽ എടുക്കുമ്പോൾ ഡേറ്റയിലാണ്, പക്ഷെ കൃത്യസമയത്ത് അദ്ദേഹം എത്തിച്ചേർന്നു. അദ്ദേഹത്തിന്റെ
വലിയ അനുഭവങ്ങളാണ്. അദ്ദേഹം ഇപ്പൊ പാറായി കത്തനാരുടെ ഒക്കെ കാര്യം പറഞ്ഞത് നമ്മൾ എടുത്ത് വായിക്കേണ്ട പുസ്തകം തന്നെയാണെന്ന് തോന്നുന്നു. ബിലാത്തി വിശേഷമൊക്കെ നമുക്കറിയാം. എസ് കെ പൊറ്റക്കാടിന്റെ യാത്രാ വിവരണങ്ങളൊക്കെ കുറെയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഞാനിപ്പോ ആദ്യമായിട്ട് അറിയുന്നതാണ്. പിന്നെ അദ്ദേഹം ആംഗലേയ എഴുത്തുകാരെ പറ്റി ഒരുപാട് ഇപ്പൊ ശ്രീകുമാർ സാർ തന്നെ പറഞ്ഞല്ലോ. ആൾഡസ് ഹക്സ്ലിയുടെയും അതുപോലെ എ.ജെ. ക്രോണിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള എഴുത്തുകാരെ അധികം കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങ് പറഞ്ഞ പുസ്തകങ്ങൾ നമ്മൾ തെരഞ്ഞെടുത്ത് തന്നെ വായിക്കേണ്ടതുണ്ട്. അങ്ങനെ പിന്നെ യാത്രികരായിട്ടുള്ള സ്ത്രീകളെ പറ്റി പ്രത്യേകം ഇവിടെ ചർച്ച തന്നെ നടന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ പരമ്പരകൾ ഇന്നിപ്പോ ഇവിടെ എത്തിച്ചേരാത്ത ഒരുപാട് പേര് യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ യൂട്യൂബ് നമ്മൾ നാളെയോ മറ്റന്നാളോ ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ലിങ്കുകൾ പിന്നെ ഷെയർ ചെയ്യാൻ തോന്നുന്നു അല്ലേ സർ? ആ ക്ലിപ്പുകൾ ഇവരുമായിട്ട് നമ്മൾ ഷെയർ ഷെയർ ചെയ്യാം. ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരിക്കൽ നമ്മുടെ കൂടി എല്ലാവർക്കും എല്ലാ പരിപാടികളും ശുഭരാത്രി. അവസാനിപ്പിക്കാം. അല്ല, നന്ദി. നന്ദി, നമസ്കാരം, ശുഭരാത്രി. അടുത്ത ആഴ്ച വീണ്ടും മീറ്റ് ചെയ്യാം. ശരി, നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇവിടെ സഞ്ജയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എനിക്ക് വായിക്കാൻ ഒന്ന് നോക്കട്ടെ. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്, ബെന്യാമിനെയും ഓർക്കുന്നു എന്ന് ആണ് സഞ്ജയ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായം. അതുപോലെ യാത്ര പോലെ തന്നെയാണ് പുസ്തകവും. വായിച്ചു കഴിയുമ്പോൾ നാം മറ്റൊരാളായി മാറുകയല്ലേ. ഈ ഉദ്യമത്തിന് വായനാഭിവാദ്യങ്ങൾ എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സന്തോഷം. സന്തോഷ് ജോർജ് കുളങ്ങരയും ബെന്യാമിനെയും ഒക്കെ നമ്മൾ സമാപന എപ്പിസോഡിലേക്ക് വിളിച്ചിരുന്നു. രണ്ടുപേർക്കും ബെന്യാമിൻ ഗൾഫിലോ വേറെ എവിടെയോ ആണ്, യാത്രയിലാണ്. സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്കും തിരക്കാണ്. സക്കറിയ എത്തി, അത് അതിൻ്റെ ആ വിടവ് നികത്തി. മാത്രമല്ല അദ്ദേഹം വ്യത്യസ്തമായ വേറൊരു ആംഗിളിലെ ഇത് നമ്മളോട് സംസാരിച്ചു യാത്രകളെക്കുറിച്ച്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രിയും. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം, ശുഭരാത്രി.